അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം. ജയ് RCM. എന്റെ പേര് ജയശ്രീ, വീട് വാടാനപ്പള്ളിയാണ്. RCM എന്ന ഈ ഒരു ജീവൻ രക്ഷാ മാർഗം, എനിക്ക് അങ്ങനെ പറയാൻ പറ്റുള്ളൂ. ആ ഒരു മാർഗം എന്റെ കുടുംബത്തിലേക്ക് എത്തിച്ചു തന്ന എന്റെ സ്വന്തം ലീഡർ ഭാഗ്യ മാഡത്തിനും ഗോപി സാറിനും എന്റെ ഹൃദയാർപ്പണം. കരുത്തും കരുതലുമായി എന്നെ മുന്നോട്ട് നയിക്കുന്ന എല്ലാ ലീഡേഴ്സിനെയും ഈ നിമിഷത്തിൽ ഒത്തിരി സ്നേഹത്തോടു കൂടി ഓർക്കുന്നു. RCMലേക്ക് വന്നിട്ട് ഇപ്പോ 3 വർഷം ഈ ജനുവരി 30-ാം തീയതിക്ക് തികഞ്ഞു. ഒത്തിരി സന്തോഷം. അതിനെ കുറിച്ച് പറയാനൊന്നും വാക്കുകളില്ല. എങ്ങനെയാണോ കടന്നു വന്നത് ഒന്നും ഒരു നിശ്ചയമില്ല. തിരിഞ്ഞു നോക്കുമ്പോ ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ട്. ആ പ്രതിസന്ധികൾ ഇല്ലാതെ ഒരു ലീഡേഴ്സും ഇവിടെ ഇരിക്കുന്നില്ല എന്ന് എനിക്കറിയാം. ഇന്നത്തെ ആ ഒരു പോസ്റ്റ് തന്നെ നേർക്കാഴ്ച എന്നാണ് എഴുതിയേക്കണേ. ആ നേർക്കാഴ്ച പറഞ്ഞ് തീരില്ല. അതങ്ങനെയാണ്. കണ്ടതും കേട്ടതും അനുഭവിച്ചതും എല്ലാം പ്രതിസന്ധികളാണ്. പക്ഷെ അതിനൊക്കെ കരുത്തും കരുതലുമായിട്ട് എല്ലാ ലീഡേഴ്സും ശക്തമായി എന്റെ കൂടെ നിന്നതാണ് എന്റെ ഒരു മനസ്സിന്റെ ധൈര്യത്തിനും. ഈ ഒരു പ്രസ്ഥാനത്തെ ആര് പുച്ഛിച്ചാലും ആര് കളിയാക്കിയാലും അതൊന്നും ഒരു മനസ്സിലേക്ക് എടുക്കാതെ കൊണ്ടുപോവാൻ എനിക്ക് സാധിച്ചത് എന്റെ ലീഡേഴ്സിന്റെ കരുത്ത് തന്നെയാണ്. ഒപ്പം എന്റെ ഫാമിലിയുടെ സപ്പോർട്ട്. അതിന് വാക്കുകളില്ല. ആ പ്രപഞ്ച ശക്തിക്ക് മുൻപിൽ ഞാൻ എന്റെ ശിരസ് നമിക്കുകയാണ്. RCM നന്മ ഉൾക്കൊണ്ട് ഏറ്റെടുത്തതിന് ശേഷം എനിക്കും എന്റെ കുടുംബത്തിനും കൂടെ അസോസിയേറ്റ് ചെയ്ത് ഉൾക്കൊണ്ട് നിൽക്കുന്നവരിലും കണ്ട ഒരു മാറ്റം. സന്തോഷം തന്നെയാണ് RCM. ഒരുപാട് മാറ്റങ്ങൾ ഏറ്റെടുക്കേണ്ട ആവശ്യകത അത് തന്നെയായിരുന്നു. എനിക്ക് ചെറിയ ചെറിയ മാറ്റങ്ങൾ വന്നു. എന്റെ കൂടെയുള്ളവരിൽ ചെറിയ മാറ്റങ്ങൾ കണ്ടു തുടങ്ങി. എന്റെ കുടുംബത്തിൽ നിന്ന് രോഗാവസ്ഥ മാറിക്കിട്ടി. അപ്പൊ സ്വയമേവ ഞാൻ ചിന്തിച്ചു, എന്തുകൊണ്ട് എനിക്കിത് ഏറ്റെടുത്തുകൂടാ? ശ്വാസം എന്ന് നഷ്ടമാകുമെന്ന് അറിയില്ല. അതിനു മുൻപ് ജീവിതം സന്തോഷിക്കണ്ടേന്നൊക്കെ പലയിടത്തും പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷെ ഒരു സാധാരണ വീട്ടമ്മ, ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഹോട്ടലില് മദിരാശിയിലെ ഹോട്ടലില് ഗ്ലാസ് കഴുകിയിരുന്ന ഒരു അച്ഛന്റെ മകള്, അതുപോലെ ഒരുപാട് നെഗറ്റീവായ കുറെ സവിശേഷതകൾ എന്നിൽ മാത്രം, എന്റെ മാത്രം കുഴപ്പങ്ങളാണ് എന്ന് ചിന്തിച്ചിരുന്ന എനിക്ക് ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ മുൻപോട്ട് നീങ്ങാനും അതിലൂടെ സന്തോഷിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും അതിനൊന്നും സാധിക്കാതെ കഴിഞ്ഞുപോയ കാലഘട്ടത്തിലാണ് RCM കയ്യിൽ കിട്ടിയത്. അതിനുശേഷം മീറ്റിങ്ങുകളിൽ പങ്കെടുക്കാൻ ഭാഗ്യ മാഡം പറയും. ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. വുമൺ ടാബ്ലറ്റ് കഴിച്ചാൽ നിന്റെ ശാരീരിക പ്രശ്നങ്ങൾ മാറുമെന്ന് പറഞ്ഞു. എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നില്ല. കാരണം മരുന്നാണ്. എന്റെ കാഴ്ചയിൽ ന്യൂട്രിചാർജ് വുമൺ ടാബ്ലറ്റ് ആണ്, ഗുളികയാണ്. അത് പഴങ്ങളുടെ സത്ത് എന്ന് പറയുമ്പോൾ ഒരു ഗുളിക രൂപത്തിൽ അത് തന്നു കഴിഞ്ഞാൽ എങ്ങനെ മാറും? ഇവരെന്താ ഡോക്ടറാണോ? ഞാനൊരു ആശുപത്രിയിൽ പോയി 2ഉം 3ഉം ഡോക്ടേഴ്സിനെ കണ്ട് അവര് MBBS-ഉം അതിനപ്പുറത്തുള്ള ആ ഒരു സർട്ടിഫിക്കറ്റ് ഒക്കെ നേടി മെഡിക്കൽ ഫീൽഡിൽ ഇരിക്കുന്ന ഈ ഡോക്ടേഴ്സ് പറഞ്ഞു, ജയശ്രീ നിന്റെ ഗർഭപാത്രം എടുത്തു കളയണം. ഈ മുഴ നിനക്ക് ദുരിതമേ വരുത്തൂ. നീ ഇത് ക്യാൻസർ പേഷ്യന്റായി മാറുമെന്ന് പറഞ്ഞ് അവര് പറഞ്ഞ ആ ഒരു കാര്യത്തിനെ മറികടന്നുകൊണ്ട് ഭാഗ്യ മാഡം ഒരു ടാബ്ലറ്റ് തരുമ്പോ മനസ്സിന്റെ ഉള്ളില് സത്യത്തിൽ ഒരു പരിഹാസമായിരുന്നു. ഇവരെന്തൊക്കെയാണ് ഈ പറയണേ? ഈ ഗുളിക കഴിച്ചിട്ട് എനിക്ക് മാറുമോ? ഇവരെന്താ ഡോക്ടറാണോ മരുന്ന് തരാൻ? ഒട്ടും വിശ്വാസമില്ല. പക്ഷെ ഇപ്പോൾ ഞാൻ പറയുന്നു, എന്റെ ഭർത്താവ്, അദ്ദേഹത്തിനോട് എനിക്ക് എത്ര നന്ദി പറഞ്ഞാലും തീരില്ല. ഞാനിത് പറയാൻ കാരണം ഓരോ പുരുഷന്മാരും ഇത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അവരുടെ സ്ത്രീകളെ അല്ലെങ്കിൽ അവരുടെ പെൺമക്കളെ, അവരുടെ സഹോദരിമാരെ, അങ്ങനെ എവിടെയൊക്കെ ഈ സ്ത്രീ ജനങ്ങളുണ്ടോ അവരിലേക്ക് ആഴ്ന്നിറങ്ങി അത് പറഞ്ഞു കൊടുക്കാൻ എനിക്ക് തോന്നുന്നു സ്ത്രീകളെക്കാൾ കൂടുതൽ പുരുഷന്മാര് അതിനുള്ളൊരു തീരുമാനം എടുക്കണം. അങ്ങനെ ഒരു തീരുമാനം എടുത്തതാണ് എന്റെ ഭർത്താവ് നന്ദകുമാർ. അദ്ദേഹം പറഞ്ഞു, എന്തായാലും ഇവര് നമ്മൾക്ക് ദോഷകരമായി ഒന്നും ചെയ്യില്ലല്ലോ, ഞാനത് വാങ്ങിത്തരാം, നീ ഇത് കഴിക്കേ. പക്ഷെ അപ്പോഴും വിശ്വാസമില്ല. അദ്ദേഹം തന്നെ നിർബന്ധപൂർവം എന്റെ കൈകളിലേക്ക് ആ വുമൺ ടാബ്ലറ്റ് ദിവസവും രാവിലെ ഭക്ഷണ ശേഷം എനിക്ക് എടുത്തു തരും. കാരണം എന്താ, 8:30 മണിക്ക് എനിക്ക് ജോലിക്ക് ഇറങ്ങണം. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, 130 കിലോമീറ്ററോളം ഒരു ദിവസം വണ്ടി ഓടിച്ച് ഫീൽഡ് വർക്ക് ചെയ്തിരുന്ന ഒരു വ്യക്തിത്വമാണ് ഞാൻ. ഒത്തിരി ശാരീരിക പ്രശ്നങ്ങള്, മാനസിക പ്രശ്നങ്ങള്, സാമ്പത്തിക ബുദ്ധിമുട്ടുകള്, അതൊക്കെ നേരിടുന്ന ആ കാലഘട്ടത്തിൽ ജോലിക്ക് പോവാതിരിക്കാൻ പറ്റില്ല. പീരിയഡ്സ് ഒക്കെ വരുന്ന സമയത്ത് തികച്ചും വണ്ടി ഓടിക്കുമ്പോൾ പലപ്പോഴും ഞാൻ പല ക്ലാസ്സുകളിലും പറയാറുണ്ട്, നമ്മുടെ ചാലക്കുടി ആ ഒരു പാലത്തിന്റെ ചോട്ടില് അങ്ങനെ പല സ്ഥലങ്ങളിലും നിന്ന് ഞാൻ എൻ്റെ അമ്മയെ വിളിക്കും. അമ്മയെ, തുടർന്ന് അങ്ങോട്ട് എനിക്ക് വണ്ടി ഓടിക്കാൻ പറ്റുന്നില്ലല്ലോ. അപ്പൊ അമ്മ പറയും, സാരല്ലേ മോളെ, ഇതൊക്കെ നിന്റെ മാറുന്ന ഒരു സമയം വരും.
തീർച്ചയായിട്ടും ആ മാറിയ സമയമാണ് RCM എന്റെ കയ്യിൽ കിട്ടിയത്. കയ്യിൽ കിട്ടിയിട്ടൊന്നും വിശ്വാസം ഉണ്ടായില്ല. അങ്ങനെ അദ്ദേഹത്തിന്റെ നിർബന്ധ പ്രകാരം ആ ടാബ്ലറ്റ് കഴിച്ചു. ഒരു 3 മാസത്തെ ഉപയോഗം കൊണ്ട് തന്നെ 3 സെന്റിമീറ്ററോളം ഉണ്ടായിരുന്ന എന്റെ ആ ഒരു ഫൈബ്രോയിഡ് 1.5 സെന്റിമീറ്ററിലേക്ക് കുറഞ്ഞപ്പോ ആ നിമിഷം ഞാൻ പൊട്ടിക്കരഞ്ഞുപോയി. ആ നിമിഷം ഞാൻ എന്റെ ഭാഗ്യ മാഡത്തിന്റെ അരികിലേക്ക് ഓടിച്ചെന്ന് അവരോട് നന്ദി പറഞ്ഞു. എനിക്കൊന്നും പറയാൻ അപ്പുറത്ത് അറിയില്ല. കാരണം ഞാൻ നിഷേധിച്ചതാണ്. എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നില്ല. ആ ഒരു അവസ്ഥയിൽ നിന്ന് ഇന്ന് പൂർണ്ണമായും 50 വയസ്സെത്തിയ എനിക്ക് മെനോപോസിന്റെ ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്ന ഈ സമയത്ത് പോലും ഞാൻ ഫുൾ ഹാപ്പിയാണ്. എന്റെ ശരീരത്തിൽ യാതൊരുവിധ പ്രശ്നങ്ങളില്ല. ചെറുപ്പകാലത്ത് പോലും കറക്റ്റ് ടൈമിന് ആർത്തവം ഇല്ലാതിരുന്ന ഈ 50 വയസ്സുകാരി ഇന്ന് കറക്റ്റ് 28+2 അതിനുള്ളില് പീരീഡ്സ് വരുന്നു. നന്ദി. എല്ലാറ്റിനും ഈ പ്രസ്ഥാനത്തിനോടും എന്റെ ലീഡറോടും ന്യൂട്രിചാർജ് വുമൺ പ്രൊഡക്റ്റിനോടും ഒരുപാട് എനിക്ക് നന്ദിയാണ്. അത്രേ പറയാനുള്ളൂ. അപ്പോ ഓരോന്നും നമ്മൾ പറഞ്ഞില്ലേ, എന്റെ ലീഡറും എന്റെ മെന്ററുമായ സജീവ് സാർ പറയുന്ന ഒരു കാര്യമാണ്. അദ്ദേഹത്തിന്റെ ക്ലാസ്സിലാണ് ഞാനത് കേട്ടത്. ശ്വാസം എന്ന് നഷ്ടമാകൂന്ന് അറിയോ നമുക്ക്? ഇല്ല. അതിനു മുൻപ് ജീവിതം സന്തോഷിക്കണ്ടേ? സന്തോഷിക്കണം. പക്ഷെ അത് എങ്ങനെയാ? നടക്കില്ല. ആ ഒരൊറ്റ ചിന്ത മതി കാര്യങ്ങൾ ചെയ്യാനും ചെയ്യാതിരിക്കാനും. ഏത് നെഗറ്റീവിനെയും പോസിറ്റീവായി കാണാൻ കഴിയുന്നവർക്കുള്ളതാണ് വിജയം. ഇത് ഏത് സമയവും സജീവ് സാർ എന്നോട് പറയാറുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു അനുഗ്രഹം കൊണ്ട്, അല്ലെങ്കിൽ ആ ഒരു ത്രിദിന കോഴ്സിലാണ് RCM ഏറ്റെടുക്കേണ്ട ഒരു ആവശ്യകത എന്നിലുണ്ടായത്. ആ ത്രിദിന കോഴ്സ് തളിക്കുളം ലൈഫ് കെയർ മാർട്ടില് ഒരു സമയം നടക്കുമ്പോ വൈകുന്നേരമാണ്, ജോലി കഴിഞ്ഞിട്ടാണ് എനിക്ക് വരേണ്ടത്. എത്തിച്ചേരാൻ ഒരുപാട് പ്രയാസമുണ്ട്. പക്ഷെ എന്നിരുന്നാലും ഭാഗ്യ മാഡം പറഞ്ഞതല്ലേ, എങ്ങനെ അവരെ നിരസിക്കും? അങ്ങനെ അവിടെ വന്നിരുന്നു. ഏറ്റവും പുറകില് എണീറ്റ് പോരണം എന്ന പൂർണ്ണ തീരുമാനത്തോടു കൂടി ഏറ്റവും പുറകില് വന്നിരുന്നു. സജീവ് സാറൊന്നും നമ്മളെ കണ്ടിട്ട് പോലുമില്ല. പുതിയൊരു വ്യക്തിയാണ്. ശ്രദ്ധ പോലും കൊടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല. ഞാനും അങ്ങനെയൊക്കെ തന്നെയാണ് അവിടെ ഇരുന്നത്. പക്ഷെ ഒന്നാമത്തെ ക്ലാസ് കഴിഞ്ഞപ്പോ അന്ന് അദ്ദേഹം പറഞ്ഞു, പിറ്റേ ദിവസം 6 മണിക്ക് വരാത്തവരെ ഇതിനുള്ളിലേക്ക് കയറ്റില്ല. ഞാൻ ജോലി കഴിഞ്ഞ് എത്തുമ്പോ 6:30 കഴിയും. അപ്പൊ എനിക്കൊരു വിഷമം. കാരണം ഒന്നാമത്തെ ദിവസത്തെ ക്ലാസ് കേട്ടപ്പോ ഇത് എനിക്കുള്ളതാണെന്നൊരു തോന്നല് വന്നു. അങ്ങനെ ഞാൻ പോരുമ്പോ അദ്ദേഹത്തോട് ചോദിക്കാനൊന്നും പറ്റിയില്ല. ഭാഗ്യ മാഡത്തിനോട് പറഞ്ഞു, എന്താ ചെയ്യാ, ഞാൻ 6:30 കഴിഞ്ഞിട്ടല്ലേ വരുള്ളൂ. കുഴപ്പമില്ലേ ജയ, നീ പോരെ, അത് ഞങ്ങൾ ഇവിടെ പറഞ്ഞോളാന്ന് പറഞ്ഞു. ഓ, സമാധാനായി. അന്ന് നേരത്തോടെ പറഞ്ഞ് ഞാൻ 6:15 ആകുമ്പോഴേക്ക് എത്തി. 3-ാമത്തെ ദിവസവും പങ്കെടുത്തു. ആ 3-ാമത്തെ ദിവസം ആ ഒരു അവസാന നിമിഷത്തില് എനിക്ക് തന്നെ അറിയില്ല, ഞാൻ ആ ഇരുന്ന സീറ്റിൽ നിന്ന് എഴുന്നേറ്റ് ചെന്ന് എന്റെ ലീഡറുടെ കാൽക്കല് വീഴുകയാണ് ഉണ്ടായത്. ആ ഒരൊറ്റ നിമിഷം. അന്ന് ഷൈൻ ബാബു സാറുണ്ട്, സുന്ദരൻ സാറുണ്ട്, സിജി മാഡം, ജിഷ മാഡം എല്ലാവരും ഉണ്ട്. അവരൊക്കെ എന്നെ എണീപ്പിച്ചു. എനിക്ക് അത്രയ്ക്ക് ഒന്നും കഴിയാത്തൊരവസ്ഥ. ഇത്രയും വർഷം എനിക്കില്ലാതെ പോയ ആ ഒരു സ്വപ്നങ്ങള്, പ്രതീക്ഷകള്, ഈ പറഞ്ഞ ശ്വാസം നഷ്ടമാകുന്നതിന് മുൻപ് എനിക്കും സന്തോഷിക്കാൻ കഴിയുമെന്ന ആ ഒരൊറ്റ ഉറച്ച തീരുമാനത്തിന്റെ മുൻപിൽ എന്റെ ശിരസ്സൊന്ന് നമിച്ചു. അന്ന് ഞാൻ ഏറ്റെടുത്തതാണ് RCM. അപ്പോ അത് അന്നൊരു ഹോം ഷോപ്പ് ഇപ്പൊ എന്റെ പുറകിലിരിക്കുന്നു, ഡിസ്പ്ലേ വാള്. അതൊന്ന് ഉദ്ഘാടനം ചെയ്യാനും ഭാഗ്യ മാഡം പറഞ്ഞിരുന്നു, ഒരു 10,000 രൂപയുടെ പ്രൊഡക്റ്റ് ഒക്കെ വാങ്ങിച്ചാല് നിനക്കിത് വീട്ടിൽ ചെയ്യാം. എന്റെ കയ്യിൽ എവിടുന്ന പൈസ? ഞാൻ പറയാറില്ലേ, ഒരുപാട് സങ്കടങ്ങളിലൂടെ കടന്നു പോകുന്ന, നിത്യവൃത്തി കഴിഞ്ഞു പോകാൻ പ്രയാസമുള്ള എനിക്ക് എവിടെന്ന് 10,000 രൂപ ഉണ്ടാക്കാൻ സാധിക്കും? പക്ഷെ അന്ന് ഒരു പലിശയ്ക്കൊക്കെ കൊടുക്കുന്ന ഒരു വ്യക്തിയുടെ കയ്യിൽ നിന്ന് പൈസ കടം വാങ്ങി സുജിത് സാറിന്റെ കയ്യിൽ കൊണ്ടുവന്ന് ഏൽപ്പിച്ചു. അതെന്താ, നമ്മൾ പറയില്ലേ, പട്ടിണി പെരയില് കാശിരുന്ന അത് എടുക്കാൻ പറ്റുമോ? അത് ഇരിക്കുവോ? ഇരിക്കില്ല. അതിൽ നിന്ന് 100ഉം 200ഉം ഒക്കെ എടുത്തു പോകും. പക്ഷെ ഒരിക്കലും അത് ചെയ്തില്ല. നേരെ അവിടെ ഏൽപ്പിച്ചു. അങ്ങനെ ഗോപി സാറും ഭാഗ്യമേടും കൂടി ലിസ്റ്റ് തയ്യാറാക്കി എനിക്ക് പ്രൊഡക്റ്റുകൾ കൊണ്ടുതന്നു. ഉദ്ഘാടനം പറയാൻ ഞാനല്ല, എന്നോട് ഇങ്ങോട്ടാണ് സജീവ് സാർ പറഞ്ഞത്. കാരണം എന്റെ അന്നത്തെ ആ ഒരു അവസ്ഥയും ഞാനിത് ഏറ്റെടുക്കുമെന്ന ഒരു വീക്ഷണം, ഒരു വിഷൻ അദ്ദേഹത്തിന്റെ ഉള്ളിലുണ്ടായിരുന്നു. ഞാൻ തന്നെ വന്ന് അത് ഉദ്ഘാടനം ചെയ്യാന്ന് പറഞ്ഞു. അതിമനോഹരമായി ജീവിതത്തില് ഒരു പൂർണ്ണകുംഭം നൽകിയിട്ട് തന്നെയാണ് എന്റെ മെന്ററെ ഈ വീട്ടിലേക്ക് കടത്തി കൊണ്ടുവന്നത്. അതിമനോഹരമായിട്ട് ധാരാളം പേരന്ന് പങ്കെടുത്തു. പക്ഷെ ആരും ഒരു പേസ്റ്റ് പോലും വാങ്ങിയില്ല. ഞാൻ കരുതി ഒത്തിരി പേരെ ക്ഷണിച്ച് ഞാൻ കൊണ്ടുവരുമ്പോ എല്ലാവർക്കും എന്നോട് ഇഷ്ടമുണ്ടാവും, എല്ലാവരും ഈ പ്രൊഡക്റ്റുകളൊക്കെ വാങ്ങിക്കുമെന്ന് മോഹിച്ചിട്ടാണ് സദ്യ അടക്കം നടത്തിയിട്ട് അന്ന് ഈ ഒരു പ്രോഗ്രാം ചെയ്തത്. സത്യം, ഒരു 10 രൂപയുടെ പേസ്റ്റ് പോലും വന്ന ഒരാള് പോലും വാങ്ങിയില്ല. മനസ്സിന് വിഷമം തോന്നി. എന്നാലും കുഴപ്പമില്ല, ഭാഗ്യ മാഡം പറഞ്ഞു തന്നു, ഇതൊക്കെ ഇങ്ങനെ തന്നെയാണ്,
മുന്നോട്ട് നമുക്ക് നീങ്ങാൻ സാധിക്കും. ഒട്ടും പേടിക്കണ്ട, ഭയപ്പെടണ്ട എന്ന് ശക്തമായി പറഞ്ഞു തന്നതിന്റെ അടിസ്ഥാനത്തിൽ അത് മുന്നോട്ട് നീങ്ങി. പിറ്റേ ദിവസം സന്തോഷപൂർവ്വം കുറച്ച് പ്രൊഡക്റ്റുകളൊക്കെ എടുത്ത് വണ്ടിയിൽ വെച്ച് ജോലിക്ക് പോകുമ്പോൾ ആരോടെങ്കിലും ഒക്കെ പറയാലോ. കാരണം സജീവ് സാർ ക്ലാസ്സിൽ അങ്ങനെയാണ് പറഞ്ഞു തന്നത്. ഇത് നിങ്ങൾ ഉപയോഗിച്ചു, നിങ്ങൾക്ക് ചെറിയ റിസൾട്ട് കിട്ടി തുടങ്ങിയിരിക്കുന്നു. അപ്പൊ അത് മറ്റുള്ളവരിലേക്ക് പറഞ്ഞു കൊടുത്താലാണ് നമുക്ക് ഈ പറഞ്ഞ സന്തോഷം, ജീവിതം സന്തോഷിക്കണമെങ്കിൽ ഞാൻ ഉപയോഗിച്ചത് മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കണം. പറഞ്ഞു കൊടുക്കണമെങ്കിൽ പോകുന്ന വഴിയിൽ പ്രൊഡക്റ്റ് വേണമല്ലോ. തീർച്ചയായിട്ടും അതെടുത്ത് കൊണ്ടുപോയി. പക്ഷെ ജോലി ചെയ്യുന്ന സ്ഥലത്ത് അത് താല്പര്യപ്പെട്ടില്ല. അവർക്ക് അതിൻ്റെതായ ചില പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ എന്നോട് പറഞ്ഞു. അതൊന്നും ഞാനിവിടെ ഷെയർ ചെയ്യുന്നില്ല. ആ ഒരു മാനസിക സംഘർഷത്തില് തിരികെ പോരുന്ന സമയത്ത് എനിക്ക് ആക്സിഡന്റ് പറ്റി. ചിന്തിക്കണം, ഹോം ഷോപ്പ് ഉദ്ഘാടനം കഴിഞ്ഞ് പിറ്റേ ദിവസം ആക്സിഡന്റ്. ഒന്നുമില്ലാത്തൊരവസ്ഥയിലേക്ക് ഞാൻ നീങ്ങാണ്. 3 മാസം ആ കിടപ്പ് കിടന്നു. ഏതൊരു വ്യക്തിയും തിരിച്ച് ഒന്ന് ചിന്തിക്കും, ഇനി ഇത് വേണ്ട എന്ന്. കാരണം നെഗറ്റീവ് അല്ലേ വന്നത്. പക്ഷെ അപ്പോഴും ശ്വാസം എന്ന് നഷ്ടമാകുമെന്നറിയില്ല. ആ നഷ്ടമാകുമെന്നറിയില്ല എന്ന ഒരൊറ്റ ചിന്ത. എന്റെ ശ്വാസം പോയിട്ടില്ലല്ലോ, ഞാനിവിടെ കിടപ്പല്ലേ, എനിക്കിത് പഠിക്കാൻ തന്നൊരു അവസരമാണ്. എന്നിട്ട് സജീവ് സാറും സുജിത് സാറും കൂടിയിട്ട് പേടിച്ചിട്ടാണ് എന്റെ ഗുരുനാഥൻ, എന്റെ മെന്റർ എന്റെ വീട്ടിലേക്ക് രാത്രി കടന്നു വന്നത്. ഞങ്ങൾ എന്ത് പറയുന്നറിയാതെ. അപ്പോ എന്റെ ഭർത്താവ് പറഞ്ഞതും ഞാൻ പറഞ്ഞതുമായ ഒരൊറ്റ കാര്യം ഇതേ ഉള്ളൂ, സാറേ ഇതൊരു നല്ല ലക്ഷണമായിട്ട് എടുക്കുന്നു. കാരണം ഇവിടെ ഇരുന്നു കൊണ്ട് എനിക്ക് കുറച്ച് പഠിക്കാലോ, ജനങ്ങളിലേക്ക് എത്തിക്കാലോ. അങ്ങനെ അദ്ദേഹം എനിക്ക് കുറച്ച് പുസ്തകങ്ങളൊക്കെ തന്ന് വളരെ ഭംഗിയായി ഞാനത് പഠിച്ച് മനസ്സിലാക്കി പിന്നെ ഒരു തീരുമാനം എടുത്ത് അവിടെ നിന്ന് ഇറങ്ങാൻ തീരുമാനിച്ചു. കാരണം എന്താണെങ്കിൽ എന്റെ ശരീരവും മനസ്സും മൊത്തം ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിന് വേണ്ടി കൊടുത്തിട്ടും ആ ഒരു 3 മാസം നമ്മളെ ഒന്ന് വിളിക്കാനോ അല്ലെങ്കിൽ എന്താണ് എന്ന് അന്വേഷിക്കാനോ ഒന്നും ഒരു ഹെൽപ്പും നമുക്കില്ലാതിരുന്ന ഒരു സമയത്തിലൂടെ കടന്നു പോയപ്പോ ശരിക്കും സങ്കടം തോന്നി. അപ്പൊ തീരുമാനിച്ചു ഇനി ഇത് വേണ്ട. കാരണം എനിക്ക് എന്ത് കിട്ടി? ഒന്നും എനിക്ക് കിട്ടിയിട്ടില്ല. 8,000 രൂപ ശമ്പളത്തിന് നിൽക്കുന്ന ഞാൻ എനിക്കൊന്നും കിട്ടാത്തൊരവസ്ഥയിലേക്ക് പോയി. അങ്ങനെ ലാസ്റ്റ് ആ ഒരു റിസൈൻ ലെറ്റർ കൊടുക്കാൻ പോകുമ്പോ പേടിയുണ്ടായിരുന്നു. ആ 8,000 രൂപ എന്റെ കുടുംബത്ത് വലിയൊരു കാര്യമായിരുന്നു. പക്ഷെ അത് നഷ്ടപ്പെട്ടാൽ ഇനി ഞാൻ എന്ത് ചെയ്യും? പക്ഷെ എന്റെ ഒരു സമർപ്പണം പോലെ ആ നിമിഷം ഞാൻ എന്റെ മെന്ററെ വിളിച്ചു. അദ്ദേഹം പറഞ്ഞൊരൊറ്റ വാക്ക്, ജയശ്രീ മാഡം ധൈര്യമായിട്ട് റിസൈൻ ചെയ്തോളൂ. എങ്ങനെയാണെങ്കിൽ ഞങ്ങളോടൊപ്പം ആത്മസമർപ്പണത്തോടു കൂടി ഫുൾ ടൈം ഇതിനോടുകൂടി നന്മയെ ഏറ്റെടുത്ത് ഇറങ്ങാൻ തയ്യാറാണ് എങ്കിൽ മാത്രം ആ ജോലി വിടുക. ആ ഒരൊറ്റ വാക്ക്, ആ തീരുമാനം ഞാൻ നടപ്പിലാക്കി. ഒരു വക പ്രശ്നങ്ങളും ഇല്ലാതെ പ്രതിസന്ധികളെ തരണം ചെയ്ത് മുന്നോട്ട് നീങ്ങി 1.5 വർഷം കൊണ്ട് റോയൽറ്റി അച്ചീവ്മെന്റിലേക്ക് എത്താൻ എനിക്ക് സാധിച്ചു. അതിന് ഇന്നും ഇന്നും എന്നും ഞാൻ എന്റെ ലീഡേഴ്സിനോട്, സജീവ് സാർ മാത്രമല്ല അതിനപ്പുറത്തേക്ക് നിൽക്കുന്ന എല്ലാവരും എനിക്ക് സഹായമായി നിന്നിട്ടുണ്ട്. ആ ഒരൊറ്റ നന്മയാണ് ഇന്ന് 3-ാം വാർഷികത്തിലേക്ക് എത്തിയത്. അപ്പോ RCM മരിച്ചവരുണ്ട്, ജീവിതത്തിൽ മരിച്ചവരുണ്ട്. ജീവനോടെ നിലനിൽക്കുന്നവരുടെ കൂടെ നിന്നാൽ മാത്രമേ ആൾക്കാരുണ്ടാവുള്ളൂ. ഉറപ്പാ, അല്ലെങ്കിൽ ഒരാൾ പോലും നമ്മുടെ കൂടെ വരില്ല. നല്ലൊരു ടീമിനെ നിലനിർത്താൻ അവനവന് ജീവൻ വേണം. RCM ലീഡേഴ്സിന്റെ ജീവൻ പോയാൽ ടീം തകരും. അപ്പോ എന്റെ ജീവൻ അന്ന് പകുതി പോയതായിരുന്നു. പക്ഷെ എന്നെ മോട്ടിവേഷൻ ചെയ്ത് ഇത് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞു തന്ന് മനസ്സിലാക്കി തന്ന് എന്റെ ജീവൻ എന്റെ ലീഡേഴ്സ് നിലനിർത്തി തന്നത് കൊണ്ടാണ് എനിക്കിന്ന് ലീഡർ എന്നൊരു പദവിയിലേക്ക് എത്താൻ സാധിച്ചത്. പൂർണ്ണമായിട്ടല്ല, പക്ഷെ എനിക്ക് ആത്മവിശ്വാസമുണ്ട്, ഞാൻ ലീഡർ ആണ്. എന്നെ കേൾക്കുന്ന ഒത്തിരി പേരുണ്ട്, എന്റെ കൂടെ സപ്പോർട്ടായി നിൽക്കാൻ കുറെ പേര് കൂടെ ഉണ്ട്. അപ്പൊ ആ ഒരു ജീവൻ പോകുന്നതിന് മുൻപ് സന്തോഷിക്കാനുള്ള നിമിഷങ്ങളൊക്കെ എനിക്കിപ്പോ വന്നു തുടങ്ങിയിട്ടുണ്ട്. വിജയിക്കാൻ ആവശ്യമായ റൂട്ട് മാപ്പ് വേണം. അത് തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ, അതേക്കുറിച്ച് പിടികിട്ടിയിട്ടില്ലെങ്കിൽ ആക്റ്റീവ്, എഫക്റ്റീവ്, ഗ്രോയിങ്, കെയറിങ് അപ്ലൈൻ ലീഡറോട് ചോദിച്ച് മനസ്സിലാക്കി ആ മാപ്പ് തയ്യാറാക്കുക. ആ മാപ്പ് തയ്യാറാക്കുന്നതിലൂടെ നമുക്ക് വിജയിക്കാൻ സാധിക്കും. അങ്ങനെ വരച്ച് മാപ്പ് തയ്യാറാക്കിയ ആ മാസമാണ് ഞാൻ ഗോൾഡ് അച്ചീവ്മെന്റ് നേടിയത്. സജീവ് സാർ ഇരുന്ന് എനിക്ക് വരച്ചു തന്നു, ഇന്നതാണ് 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 കാരണം. അപ്പൊ അതിന് നമ്മൾ ആദ്യം തയ്യാറാവണം. അതിനുശേഷം പ്രവർത്തനം ചെയ്യണം. ആ പ്രവർത്തനമാണ് 21 നിയമങ്ങൾ. എത്ര പഠിച്ചാലും നമുക്കത് തീരില്ല അല്ലെ. ഒരുപാട് പറയാനുണ്ട്. 6 ബേസിക്കും ആ ഒരു 7 കാർഡിനൽ റൂൾസും 8 കോർ സ്റ്റെപ്പും. അതൊരു നിയമ സംഹിതയാണ് RCM. ഓരോ നിമിഷവും അതേക്കുറിച്ച് പറഞ്ഞ് പഠിപ്പിച്ച്
നിരന്തരം അതിലേക്ക് ശ്രദ്ധ കൊടുത്തു കഴിഞ്ഞ് പ്രവർത്തനം ചെയ്തു കഴിഞ്ഞാൽ വിജയിക്കാൻ സാധിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അഭിമാനത്തോടു കൂടി നെഞ്ചിൽ കൈവച്ച് എനിക്ക് പറയാം, ഞാൻ ആ റൂള് തെറ്റിക്കാറില്ല. അഥവാ എന്തെങ്കിലും ഒരു മൈനസ് വന്നാൽ എന്നെ കറക്റ്റ് ആ ശിക്ഷണത്തിലൂടെ, അതെന്തുകൊണ്ടാണ്, നമ്മളത് കേൾക്കുമെന്ന് നമ്മുടെ ലീഡേഴ്സിന് ഉറപ്പുണ്ട്. നമ്മൾ സമർപ്പണം ചെയ്തിട്ടാണ് ഇതിൽ ഇറങ്ങിയിരിക്കുന്നതെന്ന് അവർക്കറിയാം. എന്ത് നെഗറ്റീവ് പറഞ്ഞാലും അതിനെ നെഗറ്റീവായി ഉൾക്കൊള്ളില്ല എന്ന് എന്റെ ലീഡേഴ്സിന് അറിയാം. അതുകൊണ്ട് തന്നെ സമയാസമയങ്ങളില് എന്നെ തിരുത്താറുണ്ട്. പ്രോഗ്രാം ഒക്കെ അവതരിപ്പിച്ചു കഴിയുമ്പോൾ വളരെ മനോഹരം എന്ന് പറയും, നമുക്ക് ഭയങ്കര സന്തോഷാവും. പക്ഷെ അത് കഴിഞ്ഞ് അതിലുണ്ടായ ചെറിയ മൈന്യൂട്ട് പോയിന്റുകൾ അടക്കം തിരുത്തി 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 വന്നിട്ടാണ് ഇന്ന് എന്തെങ്കിലുമൊക്കെ സംസാരിക്കാനുള്ള ഒരു ശേഷി കിട്ടിയത്. പണി ചെയ്യൽ കുറവാ. ഭൂരിഭാഗം ജനങ്ങൾക്കിടയിലും പണി ചെയ്യൽ കുറവാണ് എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. നിർദ്ദേശമാണ് കൂടുതൽ. പറയും, പണ്ട് കാരണന്മാര് പറയും, കൽപ്പന നമുക്കില്ല, കൽപ്പിച്ചാൽ പല്ലൊന്നില്ല എന്ന് പറഞ്ഞ പോലെ കൽപ്പിച്ചുകൊണ്ടേയിരിക്കും കാര്യങ്ങൾ. നീ അത് ചെയ്യ്, നീ ഇത് ചെയ്യ്. പക്ഷെ ഇവിടെ നിന്ന് ആജ്ഞാപനം മാത്രമല്ല, ഒരു ലീഡർ എന്ന് പറഞ്ഞാൽ വേണ്ട സമയത്ത് വേണ്ടുന്ന കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി ചെയ്യിപ്പിക്കാനും കൂടെ നിന്ന് ചെയ്യാനും കഴിവുള്ള ഒരു വ്യക്തിയായിരിക്കണം. അങ്ങനെയുള്ള ലീഡേഴ്സ് ആണ് നമ്മുടെ മുൻപിൽ ഇരിക്കുന്നത്. അതുകൊണ്ട് ഒട്ടും ആശങ്കയില്ല. അച്ഛൻ പണിയെടുക്കുന്നു, വെള്ളം കുടിക്കാൻ ദാഹിച്ചപ്പോ മോനോട് പറയാണ്, മോനെ ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് തരുമെന്ന്. മകൻ അവിടെ നിന്ന് എണീക്കാൻ സമയമില്ല. മകൻ എന്ത് പറയും? മകൻ വേഗം അനുജത്തിയോട് പറഞ്ഞു. അനുജത്തിക്ക് ഒട്ടും സമയമില്ല. അനുജത്തി എന്ത് ചെയ്തു? അമ്മയോട് പറഞ്ഞു. അമ്മയ്ക്ക് സമയമുണ്ടോ? അമ്മ ആരോട് പറഞ്ഞു? ഈ വെള്ളം ചോദിച്ച അച്ഛനോട് പറഞ്ഞു ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടുതരാൻ. ഈ പാവം അച്ഛൻ ആ പണി നിർത്തി പോയി വെള്ളം എടുത്തു കൊടുത്തു. ഈ വെള്ളം പോയി 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 വന്ന് ആരിലേക്കാ തിരിച്ചെത്തണേ? ഇതേ ഒരു അവസ്ഥ. ഇതൊന്നും ഞാൻ എന്റെ കയ്യിൽ നിന്ന് പറഞ്ഞതല്ല. ഓരോ ട്രെയിനിങ് ക്ലാസ്സുകളിലും എന്റെ ഗുരുനാഥൻ സജീവ് സാറ് തന്നിട്ടുള്ള ക്ലാസ് തകർന്നു പോകുമെന്ന് തോന്നുന്ന നിമിഷത്തില് ആ ഒരൊറ്റ ക്ലാസ് ഓരോരുത്തരും, സജീവ് സാറിന് മാത്രമല്ല ഓരോ ലീഡേഴ്സും തരുന്ന ഓരോ ക്ലാസ്സുകള്, അത് മാത്രമാണ് അതിജീവനം പോലെ ഇങ്ങനെ മനസ്സിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പൊ ഈ ഒരു അവസ്ഥയാണ് പലയിടത്തും നടക്കുന്നത്. പണിയെടുക്കാൻ വലിയ മടിയാണ്. കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്തോണ്ട് പറഞ്ഞോണ്ട് പോവാൻ നമുക്ക് ഭയങ്കര സുഖം. പലരും പൊൻപുലരിയില് പല ആൾക്കാരോടും കയറാൻ പറയും. രാവിലെ നമുക്ക് 6 മണിക്ക് ഞങ്ങളുടെ കൊമ്പടിഞ്ഞാമക്കൾ ടീമിന്റെ ഒരു പൊൻപുലരി ഉണ്ട്, കയറാൻ പറയും. പല ദിവസവും നോക്കും, കയറില്ല. എത്രയോ തവണ പറയും. പക്ഷെ പുറമെ പറയാനൊക്കെ നല്ല തന്റെ ഇടവും സാമർത്ഥ്യവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എന്താണ്, ഞാനും ഇനിയായിരുന്നു. എനിക്ക് അവിടെ ഒരു കുറ്റം പറയാൻ പറ്റില്ല. പൊൻപുലരി ഞാൻ ഉള്ള സമയത്താണ് തുടങ്ങിയത്. കുറച്ചും കൂടി ആക്റ്റീവായ കാലഘട്ടത്തിലാണ് പുലരികളൊക്കെ വന്നത്. അതുകൊണ്ട് പുലരികളിൽ ഞാൻ കളഞ്ഞിട്ടില്ല. പക്ഷെ സൂം മീറ്റിംഗ് ഒക്കെ വരുമ്പോ ഭാഗ്യമേടം എന്നോട് പറയും, ജയ ഇന്ന് ഇത്ര മണിക്ക് 11 മണിക്ക്, ജോലിയൊന്നും ഇല്ലല്ലോ, ജോലിയൊക്കെ കളഞ്ഞ് വീട്ടിലിരിക്കല്ലേ, 11 മണിയുടെ സൂമിൽ കയറിക്കോളൂ കേട്ടാ. ആ ശരി എന്ന് പറയും. ആര്? ഞാൻ കയറുവോ? ഞാനൊന്നും കേറില്ല. അപ്പൊ ഇവരെന്നെ ഇത് കഴിയുമ്പോ വിളിച്ചു ചോദിക്കും. ഞാൻ പറഞ്ഞു, ഞാൻ കേറിയല്ലോ. പക്ഷെ എനിക്ക് അറിയില്ലായിരുന്നു ഇത് ഇവർക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നേ. നമ്മൾ കേറിയിട്ടില്ല എന്നുള്ളത് കണ്ടുപിടിക്കാൻ ലീഡേഴ്സിന് പറ്റും എന്നുള്ള ബോധം എനിക്ക് ഉണ്ടായിരുന്നില്ല. അപ്പൊ എന്നോട് ആ ഒരു ആൽഫബറ്റിക് ഭാഗം ഉണ്ടല്ലോ, അത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയക്കും, ഇതിൽ എവിടെ നീന്ന് ചോദിച്ചു. ഈശ്വരോ, അപ്പോഴാണ് മനസ്സിലായത് ലീഡേഴ്സിനെ പറ്റിച്ചിട്ട് കാര്യമില്ല, മുന്നോട്ട് നീങ്ങാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ശക്തമായി എനിക്ക് അതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി തന്ന് വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് നീങ്ങാൻ സാധിച്ചു. RCM സിമ്പിൾ ആണ്, പക്ഷെ ഈസി അല്ല. ഫീൽഡിൽ ഇറങ്ങുമ്പോൾ സ്വാഭാവികമായും ഞാൻ ചോദിക്കാറുണ്ട്, നിങ്ങൾ ഉപയോഗിക്കുന്ന പേസ്റ്റ് ഏതാണ്? അപ്പൊ അവര് പറയുന്ന പേരില് കോൾഗേറ്റ് ഉണ്ടാവും, ക്ലോസപ്പ് ഉണ്ടാവും, സെൻസോഡൈൻ ഉണ്ടാവും. പക്ഷെ ഒരു 90% പേരും ഇതാട്ടോ പറയാ. അപ്പൊ ചോദിക്കും, ഇതൊന്ന് മാറ്റിയിട്ട് നിങ്ങൾക്ക് ഈ കെവിഗോ പേസ്റ്റ് ഒന്ന് ഉപയോഗിച്ചൂടെ? അപ്പൊ അവരുടെ മുഖം മാറും. ഞങ്ങളിത് പരസ്യമൊന്നും കണ്ടിട്ടില്ലല്ലോ, പരസ്യം കാണാത്ത ഈ പേസ്റ്റ് ഞങ്ങൾക്ക് എന്തിനാ? നമുക്ക് പറയാൻ എളുപ്പാ, പക്ഷെ അവരത് ആക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര പ്രയാസാ. ഇനി മാറ്റിയെടുക്കാൻ അത്ര എളുപ്പമല്ലാന്ന്. ഇതുവരെ കക്കൂസ് കഴുകിയിരുന്നത് എന്തുകൊണ്ടാ? അത് ഹാർപ്പിക്ക്. ഇനിയിപ്പോ നമ്മുടെ ഈ ടോയ്ലറ്റ് ക്ലീനറിന്റെ ഷേപ്പ് അങ്ങനെയല്ല, അത് കൊണ്ടുകൊടുത്താലും പറയും ഇത് ഹാർപ്പിക്കാ. RCMന്റെ കോൾഗേറ്റ്, RCMന്റെ ഹാർപ്പിക്ക്, ഇത് തന്നെയാണ് മൈൻഡിൽ വരുന്ന ഒരു കാര്യം. അപ്പൊ ഇതുവരെ കക്കൂസ് കഴുകിയിരുന്നത് ഹാർപ്പിക്കാണ്, ഇതൊന്ന് മാറ്റി RCMന്റെ ടോയ്ലറ്റ് ക്ലീനർ ഉപയോഗിച്ചാൽ എളുപ്പല്ലേ? എളുപ്പാ. പക്ഷെ മാറ്റിയാൽ ഈസി ആകും. മാറ്റിയാലാണ് ഈസി ആവുള്ളൂ. എന്ത് വന്നാലും എന്തൊക്കെ പറഞ്ഞാലും കോൾഗേറ്റ് തന്നെ ശരണം, ഹാർപ്പിക്ക് തന്നെ ശരണം, ഇങ്ങനെ ചിന്തിക്കുന്നവർക്കുള്ളതല്ല RCM. ജനങ്ങള് ആരോഗ്യത്തിനായി ഓടുന്നു, പൈസക്കായിട്ട് ഓടുന്നു. ഞാൻ എന്റെ ലീഡറുടെ കൂടെ, ഗോപി സാറിന്റെ കൂടെ ധാരാളം സ്ഥലങ്ങളിൽ സെയിലിന് ആദ്യം അവരുടെ കൂടെയാണ് പോയിരുന്നത്. കാരണം അറിയില്ലല്ലോ, അവരെന്താണോ ചെയ്യുന്നത് അത് പഠിക്കാൻ വേണ്ടി ഗോപി സാറിന്റെ കൂടെ പോയി.
ഒത്തിരി വീടുകളിൽ ചെന്നിട്ട് മുഖത്ത് വാതിലിട്ട് അടച്ചിട്ടുണ്ട്. ഈശ്വരോ, അപ്പൊ എനിക്ക് തോന്നി ഞാനൊക്കെ ഇങ്ങനെ ഒരു സാധാരണക്കാരിൽ സാധാരണക്കാരി. സജീവ് സാറ് പറയാറുണ്ട് ഇനി ആ കാര്യം മിണ്ടരുതെന്ന്. എന്നാലും ഇപ്പൊ കുറെ സ്റ്റാർ ആൻഡ് അബവ് പുതിയ ആൾക്കാർ കയറിയിട്ടുണ്ട്. അപ്പൊ അവർക്ക് വേണ്ടി പറയുന്നു, മഞ്ഞക്കാടിൽ അരി വാങ്ങുന്ന ഒരു കുടുംബം, അത് ഏറ്റവും സാധാരണയല്ലേ. അപ്പൊ അതുകൊണ്ട് അവർക്കൊക്കെ ഇനിയിപ്പൊ ആര് വാതിലിന്റെ മുഖത്തിട്ട് അടച്ച് എന്ത് വരാൻ പോകുന്നു. പലപ്പോഴും പറയാറില്ലേ, 100 രൂപയ്ക്ക് 3 വാങ്ങിയിട്ട കഥയൊക്കെ പരസ്യമായിട്ട് പറയാറുണ്ട്. അപ്പൊ അങ്ങനെ ഒരു മാർഗവും ഇല്ലാതെ മറ്റുള്ളവരുടെ സഹായം കൊണ്ട് വിദ്യാഭ്യാസ കാലഘട്ടങ്ങൾ പൂർത്തിയാക്കി, മറ്റുള്ളവർ തന്ന ഡ്രസ്സ് കൊണ്ട് ജീവിതം കഴിഞ്ഞുകൂടി, ഞാനൊക്കെ ചെറിയ കാലഘട്ടങ്ങളില് കുഞ്ഞു കുട്ടിയായിരിക്കുമ്പോ, കുഞ്ഞിന്നൊന്നല്ല, ഒരു 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോ തൊട്ടടുത്ത വീടുകളിലേക്ക് എന്തെങ്കിലുമൊക്കെ പീടികയിലേക്ക് നമ്മളെ പറഞ്ഞയക്കും. അങ്ങനെ ഒരു കാലഘട്ടമൊക്കെ ഉണ്ടായിരുന്നു. അവർക്ക് പീടിക പോവില്ല, ഒരു വലിയ കുടുംബക്കാരാ. അപ്പൊ ലിസ്റ്റ് തന്നിട്ട് പഞ്ചസാര, അങ്ങനെയുള്ള ചായപ്പൊടി അതൊക്കെ വാങ്ങാനായിട്ട് പോകുമ്പോ, അതൊക്കെ വാങ്ങിയിട്ട് കൊണ്ടുവന്ന് കൊടുക്കുമ്പോ ഇവരുടെ വീടുകളില് നൂലപ്പം ഉണ്ടാക്കിയിട്ട് ഇവർ കഴിക്കുന്നുണ്ടാവും, ഗ്രീൻ ബീൻസ് കറി. എന്റെ ഭഗവാനെ, ഞാൻ ചിന്തിക്കുക ഇത് എന്തായിരിക്കുമോ ഈ സാധനം. ഗ്രീൻ ബീൻസ് ഞാൻ കണ്ടിട്ടില്ല, നൂലപ്പവും ഞാൻ കണ്ടിട്ടില്ല. ഇത് എങ്ങനെയായിരിക്കും ഉണ്ടാവുക ഇങ്ങനെ അപ്പൊ ഇവർ തരൂട്ടോ നമുക്ക് കഴിക്കാനായിട്ട്. കഴിക്കാൻ തരുമ്പോ സങ്കടമാണോ സന്തോഷാണോ എന്ന് അറിഞ്ഞൂടാ. ആദ്യമായിട്ടാണ് ഈ സംഭവമൊക്കെ കഴിക്കുന്നത്. അപ്പൊ ആ ഒരു കാലഘട്ടത്തിലൂടെ കടന്നുപോയ എനിക്ക് എന്റെ മുന്നിൽ ഒരാൾ വാതിലടച്ചാൽ എനിക്ക് വല്ല വിഷമം തോന്നും. പക്ഷെ ഗോപി സാർ അങ്ങനെയല്ല. അദ്ദേഹത്തിന്റെ മകള് ഡോക്ടറാണ്, അദ്ദേഹത്തിന്റെ മകൻ എഞ്ചിനീയർ ആണ്. വലിയ കുഴപ്പമില്ലാതെ നല്ലൊരു ഫാമിലിയാണ്. ഞാൻ കാണുന്ന മുതലേ തന്നെ നല്ലൊരു കുടുംബാണ്. അയ്യോ, ഇദ്ദേഹത്തിന്റെ മുന്നിലൊക്കെ വാതിലിട്ട് അടച്ചിട്ട് ഇങ്ങേർക്ക് ഒരു കുഴപ്പമില്ലല്ലോ ഭഗവാനെ. അപ്പൊ ഞാൻ ഗോപി സാറിനോട് ചോദിച്ചു, ഗോപി സാറിന് എന്താ ഒരു പ്രശ്നമില്ലാത്ത ഒരു വാതിലടച്ചപ്പോ? അപ്പൊ പറഞ്ഞത്, അതെന്ത് നമുക്ക് എന്ത് പോയി, എന്നോടൊരു ദേഷ്യം ഉണ്ടായിട്ടല്ല അവര് മുഖത്തിട്ട് വാതിലടച്ചത്. എന്നോടൊരു ദേഷ്യമോ എന്നെ മുൻപരിചയം ഉണ്ടായിട്ടല്ല അവര് നമ്മളോട് ഈ സാധനം വേണ്ടാന്ന് പറഞ്ഞത്. പിന്നെ നമുക്ക് എന്താ കുഴപ്പം? നമുക്ക് ഒരു പരിചയവും ഇല്ലാത്ത ഒരാള് നമ്മുടെ മുന്നിലിട്ട് വാതിലടച്ചാലോ, എനിക്ക് പ്രൊഡക്റ്റ് വേണ്ട, നീ പൊക്കോ, നിങ്ങൾ പറ്റിക്കൽ ചെയ്യലാണ്, ഇത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പ്രശ്നം? 10 പേര് വാതിലടച്ചാലും 11ാമത്തെ പടി ജയശ്രീ നമുക്ക് വേണ്ടി തുറന്നിട്ടുണ്ടാവും, നടക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ഒരൊറ്റ പ്രചോദനം മനസ്സിന്റെ ഉള്ളിൽ തന്ന ആ ഒരു ശക്തിയാണ് ഇന്ന് എന്റെ ടീം അംഗങ്ങൾക്ക് ഞാൻ കൊടുക്കുന്നത്. വളരെ ധൈര്യമായിട്ട് സകല വീടുകളും കയറി ഇറങ്ങും. എന്ത് പറഞ്ഞാലും കുഴപ്പമില്ല, എന്ത് കേട്ടാലും കുഴപ്പമില്ല. പക്ഷെ അങ്ങനെ പറഞ്ഞ് നടന്ന് ഇന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് സെയിലിന് പോവണ്ട. ഞാനത് അഭിമാനത്തോടു കൂടി പറയുന്ന ഒരു അവസ്ഥയാണ്. ഇന്ന് ഈ ഡിസ്പ്ലേ വാളിൽ ഇന്ന് രാവിലെ ഇപ്പൊ സമയം എത്രയാ, 8:15 ഉള്ളൂ. ഈ നേരം കൊണ്ട് 5 കിലോന്റെ 2 ആട്ടയും 1 തവിടെണ്ണയും 2 പേസ്റ്റും ഇവിടുന്ന് വിറ്റ് കഴിഞ്ഞു. ഇപ്പൊ പുറത്ത് കോളിംഗ് ബെൽ അടിച്ചു. ഏട്ടൻ പൂജയ്ക്ക് കയറിയ കാരണം കൊണ്ട് ഞാൻ അനങ്ങിയിട്ടില്ല. വന്ന ആള് തിരിച്ചു വന്നോളും. കാരണം അവർക്ക് അറിയാം ഇത് ഇവിടെ കിട്ടും. എന്റെ ശബ്ദം പുറത്തു നിന്ന് അവർ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് പോകുന്നതും ഞാൻ കേട്ടു. അപ്പൊ ഇതുപോലെ തുടക്കത്തിൽ എങ്ങനെയാണോ, ഒരു പേസ്റ്റ് പോലും പോയിട്ടില്ല, ഒന്നും ഉണ്ടായിട്ടില്ല. സങ്കടകരമായ അവസ്ഥകളുടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി മാത്രം ജനങ്ങൾ വന്നു പോയൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇപ്പോ 2ാമത്തെ വർഷം ഒരു 90 പേര് എന്റെ ഡിസ്പ്ലേ വാൾ 2ാം വാർഷികത്തിന് പങ്കെടുത്തു. അന്ന് ഞാൻ ഒരിക്കലും പറഞ്ഞിട്ട് കേൾക്കാതിരുന്ന ഒത്തിരി പേരിന്ന് അതിലൂടെ സാധനങ്ങൾ ഉപയോഗിച്ചു തുടങ്ങി. നല്ലൊരു മാറ്റം വന്നു. 3ാമത്തെ വർഷം ഗിരീഷ് സാറ് വന്നു പോയോടുകൂടി 5 ജോയിനിങ് ആണ് ഈ 3 ദിവസം കൊണ്ട് വന്നത്. ആ പ്രോഗ്രാം കഴിഞ്ഞിട്ട് ഈ 3 ദിവസത്തിനുള്ളില് 3 ജോയിനിങ് ഓൾറെഡി കഴിഞ്ഞു. ബാക്കിയുള്ളത് ദേ ഇട്ടു തന്നിരിക്കുന്നു. ഒത്തിരി പ്രൊഡക്റ്റുകൾ ഇന്ന് വാട്സപ്പ് എടുത്ത് നോക്കിയപ്പോ 8 പേരാണ് എനിക്കിന്ന് സാധനങ്ങൾ വേണമെന്ന് പറഞ്ഞ് ഇട്ടു തന്നിരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പൊ അത്രയ്ക്ക് നമുക്ക് മാറണമെന്നുണ്ടെങ്കിൽ പലപ്പോഴും പല ലീഡേഴ്സ് നമ്മളോട് പറഞ്ഞു തന്നിട്ടുണ്ട്, പ്രശ്നങ്ങൾ ഇങ്ങനെയാണ്. അപ്പോ ആരോഗ്യത്തിനായി ജനങ്ങൾ ഓടുന്നു, പൈസക്കായിട്ട് ഓടുന്നു. പൈസക്കായി ഓടുമ്പോ ആരോഗ്യം നഷ്ടമാവും. ഇത് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവോ? ഒരിക്കലും ഇല്ല. മനുഷ്യ മനസ്സ് എവിടെയാണോ അവസാനിക്കുന്നത് അവിടെ നിന്ന് RCM ബിസിനസ് തുടങ്ങും. എന്റെ ആ ഒരു മനസ്സിന്റെ സങ്കല്പം, എനിക്ക് ഒന്നിനും കഴിയില്ല, എന്റെ ശരീരത്തിന് തടി കൂടുതലാണ്, എനിക്ക് മറ്റൊരു കാര്യം ചെയ്യാനില്ല, ഞാൻ സമൂഹത്തിൽ ഏറ്റവും താഴേക്കിടയിൽ ജീവിക്കുന്ന ഒരു സ്ത്രീയാണ്, എന്റെ കുടുംബം വളരെ പാവപ്പെട്ടതാണ്, എനിക്ക് എങ്ങനെ ഇതൊക്കെ ചെയ്യാൻ സാധിക്കുമെന്ന ആ ഒരു ചിന്ത അവസാനിച്ച നിമിഷത്തിലാണ് എനിക്ക് എന്റെ ബിസിനസ്സിലേക്ക് കടക്കാൻ സാധിച്ചത്. അതിനെന്നും കരുതലായി എന്നെ കൈപിടിച്ച് നടക്കുന്ന എന്റെ ഭാഗ്യ മാഡം, എന്റെ ഗോപി സാറ്, അതുപോലെ തന്നെ സുന്ദരൻ സാറ്, ഷൈൻ ബാബു സാറ്, സജീവ് സാറ്, ഗിരീഷ് സാർ, അങ്ങനെ അർജുൻ സാർ ഉൾപ്പെടെ അതിന്റെ ഇടയിലെ എല്ലാ ലീഡേഴ്സും എല്ലാവരും എനിക്ക് തന്ന ഒരൊറ്റ പിന്തുണ. അപ്പൊ വരും കാലങ്ങളില് ആട്ടപ്പൊടിയും തവിടെണ്ണയും വാങ്ങാനല്ല ജനങ്ങൾ RCMലേക്ക് വരിക. അത് നമ്മൾ ശരിക്കും ചിന്തിക്കണം. ഉറപ്പ്, ബിസിനസ് ചെയ്യാനായിരിക്കും അവര് വരിക. അത് പറഞ്ഞു കൊടുക്കാൻ അറിയുന്നവരുടെ കൂടെ അവരങ്ങ് പോവും.
പറഞ്ഞു കൊടുക്കാൻ അറിയുന്നവരുടെ കൂടെ അവർ അസോസിയേറ്റ് ചെയ്യും. അതുകൊണ്ട് ആദ്യം തന്നെ പഠിക്കാൻ തയ്യാറാവണം. പഠിപ്പിക്കാൻ ലീഡേഴ്സ് എപ്പോഴും റെഡിയാണ്. പഠിക്കാൻ നമ്മൾ ഓരോരുത്തരും തയ്യാറായാൽ മതി. ഏത് സമയത്താണ് ഏത് പോയിന്റ് ആണ് നമ്മുടെ ഹൃദയത്തിൽ തട്ടാന്ന് നമുക്ക് ഒരു നിശ്ചയവും ഇല്ല. അത് അനുഭവമാണ് എനിക്ക്. ഷൈൻ ബാബു സാർ ഒരിക്കൽ ബാബാസ് RCM ഷോപ്പിൽ ഒരു ക്ലാസ് എടുത്തു. ഒരുപാട് തവണ ഞാൻ കേട്ടതാണ് എന്തിന് RCM ചെയ്യണമെന്ന്. എന്തിന് RCM ചെയ്യണം എന്ന് പറഞ്ഞ് എഴുതി തരും. 1920 ജീവിക്കാൻ 1 രൂപ മതിയായിരുന്നു. 40 കാലഘട്ടങ്ങളിൽ 10 രൂപ. അങ്ങനെ 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 സഞ്ചരിച്ച് ഓരോ ഘട്ടങ്ങളിലൂടെ ആ പൂജ്യത്തിന്റെ അളവ് കൂടി വന്നപ്പോ ലാസ്റ്റ് അദ്ദേഹം അവിടെ പറഞ്ഞൊരു പോയിന്റിൽ എന്റെ മനസ്സുടക്കി. 1975 എന്റെ ജനനം. ആ കാലഘട്ടത്തില് ഒരു 100 രൂപയോ ഒരു 100 രൂപയൊക്കെ ഒരു കുടുംബത്തിന് ജീവിക്കാൻ വേണ്ടി വരും എന്ന് പറയുമ്പോ ആ സമയത്ത് 5 വയസ്സായി എനിക്ക് രൂപയെ കുറിച്ച് എന്ത് ധാരണ? ഒന്നും അറിയില്ല. അന്ന് എന്റെ അച്ഛൻ മദ്രാസിലെ ഹോട്ടലില് ഗ്ലാസ് കഴുകിയിട്ട് എന്റെ അമ്മയ്ക്ക് ഒരു മാസം അയച്ചു കൊടുത്തിരുന്നത് 300 രൂപയാണ്. അതുകൊണ്ട് എങ്ങനെ തീരും? ആ നിമിഷം ഞാൻ ഷൈൻ സാറിന്റെ കാൽക്കൽ വീണു. എത്ര കാലം ഞാൻ കേട്ടതാ എന്തിനാ RCM ചെയ്യണമെന്ന്. പക്ഷെ ചില സമയത്ത് ചില പോയിന്റുകൾ നമ്മുടെ ഹൃദയത്തിൽ ഉടക്കും. ആ പോയിന്റിലൂടെ ആയിരിക്കും അടുത്ത ശക്തമായ പ്രവർത്തനത്തിന് നമ്മൾ പോവാൻ തയ്യാറാവുക. അപ്പൊ അങ്ങനെ ചിലതൊക്കെ ചില നിമിഷങ്ങളിൽ തലയിൽ തട്ടിയതിന്റെ ഭാഗമായിട്ടാണ് ഇത്രയും പേരിന്ന് എന്നേക്കാൾ അറിവും കഴിവുമുള്ള ഒരുപാട് ലീഡേഴ്സ്, എന്നേക്കാൾ പൊസിഷൻ പവറിലും പീപ്പിൾ പവറിലും ഒക്കെ പ്രാധാന്യമുള്ള ലീഡേഴ്സ് ആണ് ഇവിടെ ഇരിക്കുന്നത്. ഞാൻ നിങ്ങളുടെ മുൻപിൽ വെറും ഒരു കുട്ടി, എനിക്ക് ഒന്നും അറിയില്ല, പഠിച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പൊ അങ്ങനെ തലയിൽ തട്ടിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് നമ്മൾ ഇവിടെ കൂടിയതും നമുക്കിതൊക്കെ മനസ്സിലാക്കാൻ പറ്റിയതും. തലയിൽ തട്ടാത്തവരോ അവരിന്നും പകച്ച് പുറത്ത് നിൽക്കുന്നു. അവർക്കൊന്നും അറിഞ്ഞൂടാ, എന്താന്ന് ഒരു പിടിയില്ല. ഓ ഇതെന്തുട്ട പേസ്റ്റാ, ഈ സോപ്പിന്റെ ഉള്ളിൽ ഒരു ഹോപ്പ് ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കില്ല. പക്ഷെ സമയം വരും, ഉറപ്പാ. കൂട്ടുകൂടാൻ തയ്യാറായവർക്ക് മാത്രമേ കൂട്ടായ്മ ഉണ്ടാക്കാൻ സാധിക്കുള്ളൂ. കൂട്ടുകൂടണമെങ്കിൽ നമ്മുടെ ആഗ്രഹത്തിന് അനുസരിച്ചുള്ളവരെ മാത്രം കൂട്ടുകൂടിയാൽ നടക്കില്ല, പറ്റില്ല. എല്ലാറ്റിനും ഞാൻ പറയുന്ന പോലെ എന്റെ ഇഷ്ടത്തിനനുസരിച്ച് നടക്കണം എന്ന് പറഞ്ഞാൽ നമുക്ക് മുന്നോട്ട് നീങ്ങാനാവില്ല. സജീവ് സാർ ഒരു ക്ലാസ്സിൽ പറയുണ്ടായി, തൃശ്ശൂർ പൂരത്തിന് 5 പേര് കൂടി പോവുകയാണ്. ഒരാൾക്ക് ആനോടാണ് ഇഷ്ടം, ഒരാൾക്ക് തിരക്കിലൂടെ നടക്കാനാണ് ഇഷ്ടം, മറ്റൊരാൾക്ക് വെടിക്കെട്ടാണ് ഇഷ്ടം. നമുക്കോ? നമ്മുടെ ഇഷ്ടം ഇവിടെ പറഞ്ഞിട്ടില്ല കേട്ടോ. പക്ഷെ നമ്മുടെ ഇഷ്ടങ്ങളെക്കാൾ മറ്റുള്ളവരുടെ ഇഷ്ടങ്ങളെയും കൂട്ടി ഉൾക്കൊള്ളുന്നവരുടെ കൂടെ മാത്രമേ കൂട്ടുകൂടാൻ ആൾക്കാർ തയ്യാറാവൂ. എനിക്ക് ആനയെ പേടിയാ എന്ന് പറഞ്ഞിട്ട് ആന ഇഷ്ടമുള്ള ആളുടെ കൂടെ എനിക്ക് ആനയെ കാണിക്കാൻ കൊണ്ടോണ്ടി വരില്ലേ? ആ പേടിയൊക്കെ ഉള്ളിൽ മാറ്റി വെച്ചേ പോയേ പറ്റൂ. ഇനി വെടിക്കെട്ട്, അയ്യോ എന്റെ ചെവി പൊട്ടും, ഞാൻ എങ്ങനെയാ അപ്പൊ വെടിക്കെട്ടിന് എന്റെ കൂടെ ഉള്ള ആളെ കൊണ്ടുപോവാ? എന്റെ കൂടെ ഉള്ള ആൾക്ക് വെടിക്കെട്ട് ഭയങ്കര ഇഷ്ടാ, പോയേ പറ്റൂ. അപ്പോ അങ്ങനെ അംഗീകരിക്കാൻ തയ്യാറുള്ള മനസ്സിന്റെ ഉടമയായി മാറിയാൽ മാത്രമേ ജീവിത വിജയം സാധ്യമാക്കുള്ളൂ. ഇപ്രകാരം മനസ്സിനെ മാറ്റി മുന്നേറണമെങ്കിൽ നമ്മുടെ ലീഡേഴ്സ് തരുന്ന ട്രെയിനിങ്, എനിക്ക് വേറെ ഒന്നും പറയാനില്ല. ഞാൻ ട്രെയിനിങ്ങിന്റെ സന്തതിയാണ്. ട്രെയിനിങ്, പ്രോഗ്രാം ഇവയൊക്കെ അറ്റൻഡ് ചെയ്തേ പറ്റൂ. പ്രോഗ്രാമിൽ പങ്കെടുത്ത അറിവ് കൂടും, ട്രെയിനിങ്ങിൽ പങ്കെടുത്ത കഴിവ് കൂടും. എങ്ങനെ മൈക്ക് പിടിക്കണം, എങ്ങനെ സംസാരിക്കണം, ആരോട് എപ്പോ എന്ത് എങ്ങനെ, ഇതൊക്കെ പഠിക്കണം എന്നുണ്ടെങ്കിൽ ട്രെയിനിങ് മസ്റ്റ്. എത്ര ട്രെയിനിങ്ങുകൾ, രാജൻ സാറിന്റെ പാദത്തിൽ നമസ്കരിക്കണം. തരുന്ന ട്രെയിനിങ്ങുകൾക്ക് ഒരു കണക്കില്ല. റെസിഡൻഷ്യൽ പ്രോഗ്രാമുകൾ 6-7 കഴിഞ്ഞു കറുകുറ്റിയിൽ. 7 ഞാൻ എന്റെ ലീഡറോടൊപ്പം പങ്കെടുത്തിട്ടുണ്ട്. എനിക്കതിൽ അഭിമാനമേ ഉള്ളൂ. എപ്പോഴെങ്കിലും ഞാൻ സർവേശ്വരനോട് പ്രാർത്ഥിക്കുന്ന ഒരു കാര്യം, ഭഗവാനെ ഈ റെസിഡൻഷ്യൽ പ്രോഗ്രാം പങ്കെടുക്കാതിരിക്കാനുള്ള ഒരു അവസ്ഥ നീ എന്നിൽ ഉണ്ടാക്കരുത് കേട്ടോ. എന്നും എന്നും എപ്പോഴും RCM ഞാൻ ജീവനുള്ള കാലം വരെ ഞാൻ വടി കുത്തി പിടിച്ചിട്ടായാലും ഞാൻ ആ പ്രോഗ്രാമിൽ പങ്കെടുക്കും. കാരണം എന്താണ്, അത് എന്റെ പവറാ. എനിക്ക് എന്റെ ടീം അംഗങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ എനിക്ക് കിട്ടുന്ന ശക്തിയാണത്. സജീവ് സാറിന്റെ ക്ലാസ്സിൽ ഇപ്പൊ കഴിഞ്ഞ ദിവസം ബാബാസിൽ പറഞ്ഞു, ആ ഒരു അപ്ലൈൻകോ പൂച്ചോ കൈസേ കൈസേ. അപ്പൊ ഞാൻ യൂട്യൂബായിട്ട് അത് ഇട്ടിരുന്നു. എനിക്ക് അറിയൊന്നുമില്ല കേട്ടോ യൂട്യൂബ് ചെയ്യാൻ. എന്നാൽ എന്തൊക്കെയോ പിടിച്ചു ഞെക്കിയപ്പോ അത് അങ്ങനെ ആയി പോയി. അല്ലാണ്ട് അറിഞ്ഞോണ്ടൊന്നും ചെയ്തതല്ല. അപ്പൊ അപ്പ് ലൈനിനോട് എപ്പോഴും ചോദിക്കുക എങ്ങനെ എങ്ങനെ എങ്ങനെ, എന്നിട്ട് ഡൗൺ ലൈനിനോട് അത് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടാ ഹിന്ദി പഠിച്ചേന്നറിയോ? അത് പറഞ്ഞൂടാ. ഡൗൺ ലൈൻകോ ബോലോ ഐസേ ഐസേ. അപ്പ് ലൈനിനോട് എങ്ങനെ എങ്ങനെ എന്ന് ചോദിച്ചിട്ട് നമ്മുടെ താഴെ കൂടെ അസോസിയേറ്റ് ചെയ്തവർക്ക് ഇങ്ങനെ ഇങ്ങനെ എന്ന് പറഞ്ഞു കൊടുക്കുക. അപ്പോ അതിനിടയിൽ സമ്പത്ത് വരും, പൈസ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. ഈ കൈസേ കൈസേ ചോദ്യം പലർക്കും ഇല്ല. ആ സംഭവമില്ല. ഓ മാർക്കറ്റിംഗ് ലൈൻ, ഇത് ഞാൻ കേട്ടതല്ല, ഇനിയിപ്പോ എന്താ ചോദിക്കാനുള്ളത്?
RCM എന്തിനു ചെയ്യണം? ഇത് എത്ര വട്ടം ഞാൻ കേട്ടതാ. ഓ, ULP പ്രോഗ്രാം. ഓരോ ULPയും എത്ര കണ്ട് വ്യത്യാസമുണ്ട്, എത്ര കണ്ട് മാറ്റങ്ങൾ അതിലുണ്ട്. നമുക്ക് പറയാൻ കഴിയാത്തത് പ്രോഗ്രാമുകളിൽ കൊണ്ടുവന്ന് ഇരുത്തിയാൽ അവർക്ക് തലയിൽ ബോധം കയറും. പിന്നെ ട്രെയിനിങ് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കാൻ പറ്റും. നേർക്കാഴ്ച പോലെ ഈ ഒരു രീതി ഞാൻ ഇന്നും തുടർന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ എന്നും അത് തുടരും. എന്റെ ടീം അംഗങ്ങളെയും അത് പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ശക്തമായിട്ട് മുന്നോട്ട് പോകണം എന്നുണ്ടെങ്കിൽ ട്രെയിനിങ് മസ്റ്റ് ആണ്. മാങ്ങ പൊട്ടിക്കാനുള്ള തോട്ടി ഉണ്ടാക്കുമ്പോ മുളക്കൂട്ടത്തിൽ നിന്ന് കമ്പും മുഴയും വെട്ടി നീക്കിയ മുളയാണ് നമ്മൾ എടുക്കുക, അല്ലെ? അല്ലാത്ത മുള കൊണ്ട് മാങ്ങ പൊട്ടിച്ച മാവിന്റെ കൊമ്പിനിടയിൽ തോട്ടി കുടുങ്ങും. അതുപോലെ RCM പ്രസ്ഥാനത്തിലേക്ക് എത്തി വിജയം നേടണമെങ്കിൽ കമ്പും മുഴയും കളയണം. എന്താ ഈ കമ്പും മുഴയും? കുറച്ചൊക്കെ ഞാനെന്ന ഭാവം എനിക്കുണ്ടായിരുന്നു. ഓ, ഞാനിപ്പോ ഡിഗ്രി ഒക്കെ പഠിച്ച ഒരാളാണ്, എനിക്കിപ്പോ ഇതൊക്കെ അറിയാമല്ലോ പറയാനായിട്ട്. എനിക്കിപ്പോ ഇതൊക്കെ എന്താ ബോർഡുമേ എഴുതാൻ? ഇതൊക്കെ എന്തിട്ട് ഇപ്പൊ കൈയക്ഷരത്തിന് 1ാം സമ്മാനം കിട്ടിയിട്ടുള്ളതാ ഹൈസ്കൂൾ കാലഘട്ടത്തില്. പക്ഷെ ഇന്ന് എന്റെ സുന്ദരൻ സാറ് ബോർഡുമേ എഴുതുന്ന പോലെ പോലും ബോർഡുമേ എഴുതാൻ എന്നെ കൊണ്ട് പറ്റില്ല. അത് എക്സ്പീരിയൻസ് ആണ്. ബോർഡുമേ എഴുതാൻ ഒരു ശീലം വേണം. ഭംഗിയായിട്ട് ഹാൻഡ് റൈറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ അതുമ്മ ചെന്ന് എഴുതാൻ നോക്കിയപ്പോഴാണ് ഇത് പറ്റില്ലാട്ടാ എന്നൊരു ബോധ്യം മനസ്സിലായത്. അപ്പൊ ആ കമ്പും മുഴയും കളയണം എന്നുണ്ടെങ്കിൽ ട്രെയിനിങ് അത്യാവശ്യം. എല്ലാവരിലും ഉണ്ടെന്നേ കമ്പും മുഴയും. ചിലവർ ആ കമ്പും മുഴയും കൊണ്ടു നടക്കും. ചിലവരെന്താ, ആ കമ്പും മുഴയും ട്രെയിനിങ്ങിൽ ലീഡേഴ്സ് പറയുമ്പോ ഓ, ഇത് എന്റെ കുഴപ്പമാണ് എന്ന് പറഞ്ഞ് വെട്ടി നീക്കാൻ നമുക്ക് സാധിക്കും. അപ്പൊ എല്ലാ വളർച്ചയും വേദനാജനകമാണ്, മാറ്റം വന്നില്ലെങ്കിലും വേദനാജനകമാണ്, അല്ലെ? ഇപ്പൊ നമ്മൾ പ്രസവിച്ചു, ഞാനൊരു അമ്മയാണ്, എനിക്ക് 2 നല്ല മക്കളുണ്ട്. ആരോഗ്യപരമായും ഒരു വികലാംഗനും അല്ലാത്ത 2 നല്ല മക്കളുണ്ട്. സമയാസമയങ്ങളിൽ എന്റെ കുഞ്ഞുങ്ങൾക്ക് മാറ്റം വന്നില്ലെങ്കിൽ അത് തീരാദുഃഖമായി ഈ ഒരു അമ്മയ്ക്ക് വരില്ലേ? എന്ന പോലെ മാറ്റം RCM വന്ന ഉടനെ നമുക്ക് ഒന്നും നേടാൻ പറ്റില്ല. പതിയെ 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 85 കിലോ ശരീരഭാരം ഉണ്ടായിരുന്ന ഞാൻ ഇന്ന് 69 കിലോയിലേക്ക് എത്തി. തുടക്കത്തിൽ പറ്റിയോ? പറ്റിയില്ല. ഒരുപാട് മാറ്റങ്ങൾ. ആ മാറ്റങ്ങൾ വേദന ഉണ്ടാക്കും, പല പ്രയാസങ്ങൾ ഉണ്ടാക്കും. പക്ഷെ ആ മാറ്റം വന്നില്ലെങ്കിലും വേദന ഉണ്ടാക്കും. അപ്പൊ മാറ്റം വരുമ്പോ അതിനെ ഉൾക്കൊണ്ട് മുന്നോട്ട് നീങ്ങാൻ നമുക്ക് സാധിക്കണം. നാം ചെയ്യുന്നത് ഡയറക്റ്റ് മാർക്കറ്റിംഗ് ആണ്. ഇത് വിജയിക്കണമെങ്കിൽ ടീം ബിൽഡിംഗ് അതിപ്രധാനമാണ്. സെൽഫ് യൂസ് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ടീം ബിൽഡിംഗ് ചെയ്യാൻ പറ്റില്ല എന്നല്ല, എളുപ്പമല്ല. സെയിൽ ചെയ്യുന്ന ഒരു വ്യക്തിക്കും ടീം ബിൽഡിങ്ങിലൂടെ മുന്നോട്ട് പോകാൻ പ്രയാസമാണ്. ഷോപ്പ് ഇട്ടവനും പറ്റുമെന്ന് ഒരു ഉറപ്പില്ല. പക്ഷേ ടീം ബിൽഡിംഗ് മനസ്സിലാക്കിയ വ്യക്തിക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റും. ടീം ബിൽഡിംഗ് മനസ്സിലാക്കിയ വ്യക്തിക്ക് പുഷ്പം പോലെ സെയിൽ ചെയ്യാം, പുഷ്പം പോലെ സെൽഫ് യൂസ് ചെയ്യാം. അതിമനോഹരമായി ഷോപ്പ് ഇട്ടുകൊണ്ട് അവിടെ വരുന്ന കസ്റ്റമേഴ്സിനെ തന്നെ നമ്മുടെ ടീമിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. ടീം ബിൽഡിംഗ് ലക്ഷ്യം വെച്ച് ഇറങ്ങുമ്പോൾ കിട്ടുന്ന പ്രധാന പ്രശ്നമാണ് നല്ല ആളുകളെ കിട്ടാനില്ല. നല്ല ആളുകളെ കിട്ടാനില്ല. എപ്പോഴും ഗിരീഷ് സാറും സജീവ് സാറും പറയാറുണ്ട്, നല്ല ആളുകളെ കിട്ടണമെങ്കിൽ ആ ചാലക്കുടിയിൽ എവിടെ എങ്ങാണ്ട് വന്ന് നിൽക്കാൻ പറയും. എന്നിട്ട് വാരി പറക്കി വണ്ടിയിൽ ഇട്ടിട്ട് നമുക്ക് കൊണ്ടുപോവാന്ന് പറയും, അല്ലേ? ഈ നല്ല ആളുകളെ കിട്ടാനില്ല. ആകെ 50, 100 ആളുകളെ ടീമിൽ വന്നിട്ടുള്ളൂ ട്ടാ. അതിന്റെ ഉള്ളിലാണ് പറയണേ നല്ല ആള് വന്നില്ല, നല്ല ആള് വന്നില്ല, നല്ല ആള് വന്നില്ല എന്ന്. ഈ ഒരു പരാതി ഒരു ട്രെയിനിങ് ക്ലാസ്സിൽ ഒരു വ്യക്തി പറഞ്ഞു. ഞങ്ങൾ ഇരിക്കുന്ന സമയത്ത് പറഞ്ഞതാണ്. സജീവ് സാറ് അപ്പൊ പറഞ്ഞു കൊടുത്ത ഒരു കഥയുണ്ട്. ആ കഥ ഞാൻ ഇവിടെ പറയാം. ശ്രീകൃഷ്ണന്റെ മുൻപില് ദുര്യോധനനും യുധിഷ്ഠിരനും കൂടി എത്തി. ദുര്യോധനൻ പറയാണ്, ഞാനാണ് കേമൻ. യുധിഷ്ഠിരനാണെങ്കിലോ മൗനം, ഒന്നും പറഞ്ഞില്ല കേട്ടോ. കൃഷ്ണൻ 2 പേർക്കും ഒരു ടാർഗറ്റ് കൊടുത്തു. ഇനിയിപ്പോ ആ കാലത്ത് ടാർഗറ്റ് ഉണ്ടോന്നൊന്നും ചോദിക്കരുത്, ഇത് കഥയാണ്, ഇത് ആ രീതിയിൽ ഉൾക്കൊള്ളുക. അപ്പൊ ശ്രീകൃഷ്ണൻ ടാർഗറ്റ് കൊടുത്തു. എന്താ? ദുര്യോധനനോട് പറഞ്ഞു, നിന്നേക്കാൾ കേമനായ ഒരാളെ ഒരാഴ്ച കൊണ്ട് നീ എനിക്ക് കൊണ്ട് കാണിച്ചു തരണം. യുധിഷ്ഠിരനോട് പറഞ്ഞു, നിന്നേക്കാൾ മോശപ്പെട്ട ഒരാളെ എനിക്ക് കാണിച്ചു തരണം. ഒരാഴ്ച കഴിഞ്ഞ് അവർ കൃഷ്ണന്റെ അരികിൽ എത്തി. ഒരാഴ്ച കഴിഞ്ഞ് എത്തിയപ്പോ ദുര്യോധനൻ പറഞ്ഞു, ഈ ലോകത്ത് എന്നേക്കാൾ കേമനായിട്ട് ആരുമില്ല. ഓ, എന്താ അവിടുത്തെ ഒരു സംഭാഷണം! ചിന്തിക്കണം, ദുര്യോധനന്റെ വാക്കെന്താ? ഈ ലോകത്ത് എന്നേക്കാൾ കേമനായിട്ട് ഒരാളും ഇല്ല. അപ്പൊ യുധിഷ്ഠിരനോ കൃഷ്ണനോട് പറയാണ്, എന്നേക്കാൾ മോശപ്പെട്ട ഒരാളും ഇല്ല. ഈ മെന്റാലിറ്റിയാണ് ശ്രദ്ധിക്കേണ്ടത്. യുധിഷ്ഠിരന്റെ മെന്റാലിറ്റി നമ്മൾ കൊണ്ടുവരണം. നമ്മളെക്കാൾ കേമന്മാരാണ് ഈ ഭൂമിയിലുള്ളവർ മൊത്തം. നമുക്കാണ് കേമത്തരം ഇല്ലാത്തത്. ഈ കമ്പും മുഴയും ഒടിക്കണം എന്നുണ്ടെങ്കിൽ ട്രെയിനിങ് ക്ലാസ് മസ്റ്റ്. 50 റുപ്യ, 100 റുപ്യ, റെസിഡൻഷ്യലിന് 2000 റുപ്യ കാശല്ലേ പോണേ. നമ്മുടെ മക്കളെ പഠിപ്പിക്കാൻ നമ്മൾ എത്ര പൈസ ചെലവാക്കുന്നുണ്ടെന്ന് ആലോചിക്കുക. ചിന്തിക്കരുത്, ഈ പൈസ മുഴുവനും നമ്മളിലേക്ക് വന്നു ചേരും. സമയം വിദൂരമല്ല.
ഞാൻ RCM-ൽ വരുമ്പോ അത്ര നല്ല വ്യക്തിയൊന്നും ആയിരുന്നില്ല. മീറ്റിങ്ങിന് പോവില്ല. ഞാൻ പറഞ്ഞില്ലേ, സൂമിൽ കേറിയിട്ട് കള്ളത്തരം പറയും. ഞാൻ കേറിന്ന് കള്ളത്തരം പറയും. ആ കള്ളത്തരം ലീഡർ കണ്ടുപിടിച്ചു. പിന്നീട് അവര് കണ്ടുപിടിച്ച് പിന്നീട് പാകമായി നന്നായിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോഴും നന്നായിട്ടൊന്നുമില്ല. ഇനി എന്തെല്ലാം കെടുക്കുന്നു. ഇപ്പോഴും തെറ്റുകൾ തിരുത്തി കൊണ്ടുപോവുക. അപ്പൊ 50-ലും 100-ലും 500-ലും അല്ല ഈ നല്ല ആള് വരിക. ഈ നല്ല ആളുകളെ കിട്ടണമെങ്കിൽ ധാരാളം ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലണം. എത്രയോ ജനങ്ങളിലേക്ക്, കോടാനുകോടിയിലേക്കൊക്കെ ഇറങ്ങി ചെല്ലുമ്പോഴാണ് ഈ നല്ല ആളുകളൊക്കെ നമുക്ക് പൊട്ടിമുളച്ച് വരിക. അപ്പൊ ശ്രദ്ധിക്കണം, 50 സ്വിച്ച് ഉള്ള ഒരു സ്വിച്ച് ബോർഡ് ആ സങ്കല്പത്തിൽ വരണട്ടാ. ഇതൊന്നും എന്റെ വാക്കല്ലേ, എനിക്ക് ട്രെയിനിങ് ക്ലാസ്സിൽ കിട്ടിയത് ഞാൻ അങ്ങോട്ട് തരുന്നു മാത്രമേ ഉള്ളൂ. 50 സ്വിച്ച് ഉള്ള ഒരു സ്വിച്ച് ബോർഡില് ഒരു ഫാൻ ഇടണമെങ്കിൽ ചിലപ്പോ ഒന്നാമത്തെ സ്വിച്ച് ഇട്ടാ ഫാൻ കറങ്ങും. നമുക്ക് അറിഞ്ഞിട്ടൊന്നുമില്ല. 50 സ്വിച്ച് ബോർഡ് ഉണ്ട്. സ്വിച്ച് ബോർഡിന്റെ കാര്യമൊക്കെ പറയുമ്പോ ബിനീൽ സാറിന് ചിരിയൊക്കെ വരുന്നുണ്ട്. കാരണം അദ്ദേഹം അതിന്റെ ആശാനാ. ഇത് കേട്ടത് പറയാൻ മാത്രമേ എനിക്ക് അറിയുള്ളൂ. പക്ഷെ അത് ഞാൻ അനുഭവത്തിൽ ഇങ്ങനെ എന്റെ വിഷൻ കാണും. അപ്പൊ ആ സ്വിച്ച് ബോർഡിൽ എങ്ങനെയോ കറക്കി കുത്തി ഒരെണ്ണം ഇട്ടോട് കൂടി ഫാൻ കറങ്ങി. ചിലപ്പോ 10ാമത്തെ സ്വിച്ചിലാവും ഫാൻ കറങ്ങുക, ചിലപ്പോ 25ാമത്തേലാവും കറങ്ങുക, ചിലപ്പോ 50ാമത്തേലാവും കറങ്ങുക. അല്ലെ? അതുവരെ സ്വിച്ച് ഇടാൻ നമ്മൾ തയ്യാറാവണം. ചില വ്യക്തി എന്ത് ചെയ്യുന്നറിയോ, 10 സ്വിച്ച് ഇടുമ്പോഴേക്ക് എല്ലാം വാരി പറക്കി മതിയാക്കി കിട്ടിപ്പോകും. കഴിഞ്ഞു, ഇനി ഇല്ല. ഇനി 50ാമത്തെ സ്വിച്ച് ഇട്ടു. ചിലവരുണ്ട് 50ാമത്തെ സ്വിച്ച് ഇട്ടു, അയ്യോ 50 എണ്ണം ഇട്ടിട്ടും ഫാൻ കറങ്ങിയില്ല, ഞാൻ പോവുക. പക്ഷേ ഈ 50ാമത്തെ സ്വിച്ച് ഇട്ടിട്ടും ഫാൻ കറങ്ങിയില്ലെങ്കിൽ ഇലക്ട്രീഷ്യനെ വിളിച്ചു കൊണ്ടുവന്ന് കേടുപാട് തീർത്ത് ഫാൻ കറക്കണം. അങ്ങനെ കറക്കണ വ്യക്തിന് ലീഡർ. അങ്ങനെ കറക്കാൻ പഠിച്ചാൽ അവൻ ലീഡറായി മുന്നോട്ട് നീങ്ങാൻ സാധിക്കും. 3 വർഷം മുമ്പ് ഞാൻ RCM-ൽ വന്നു. ആരോഗ്യ പ്രശ്നങ്ങളായിട്ടാ വന്നേന്ന് തുടക്കത്തിൽ പറഞ്ഞു. ആരോഗ്യം കിട്ടുമെന്നോ വരുമാനം കിട്ടുമെന്നോ ഒരു വിശ്വാസം എനിക്ക് ഉണ്ടായില്ല. വുമൺ ടാബ്ലറ്റ് കഴിക്കുമ്പോ ഒരു വിശ്വാസവും ഇല്ല. അവർക്ക് വേണ്ടി, എന്റെ ഭർത്താവിന് വേണ്ടി, അദ്ദേഹത്തെ വിഷമിപ്പിക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് കഴിച്ചതാ. പക്ഷേ മനസ്സിലായി ഇതിന് ഗുണമുണ്ടായി. തുടക്കത്തിൽ ഒരാള് പോലും ഒരു പേസ്റ്റ് വാങ്ങിയില്ല. ഞാൻ പറഞ്ഞല്ലോ, കണ്ടതും അനുഭവിച്ചതും ഒക്കെ പ്രയാസമായിരുന്നു. ലീഡേഴ്സിന്റെ സഹായത്തോടെ കൺസിസ്റ്റൻസി ആയി നിലനിന്നപ്പോ ഞാൻ കണ്ടതും ഞാൻ അനുഭവിച്ചതുമായ നേർക്കാഴ്ചകളാണ് ഇവിടെ പറഞ്ഞത് മുഴുവനും. ഓരോന്നും എന്റെ ജീവിതത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഇന്ന് സെയില് നല്ല രീതിയിൽ നടക്കുന്നുണ്ട്, നല്ല രീതിയിൽ വീട്ടിൽ നടക്കുന്നു. 3ാമത്തെ വർഷം നമ്മുടെ ഗിരീഷ് സാറ് വരണമെന്ന് ഉള്ളില് മോഹം ഉണ്ടായിരുന്നു, ആരോടും പറഞ്ഞില്ല കേട്ടോ. ഉള്ളിലത്തെ മോഹം മാത്രം. കാരണം തീരുമാനം എടുക്കുന്നത് സജീവ് സാറാണ്. പിന്നെ എന്തിനു ഞാൻ അങ്ങനെ ചിന്തിക്കണം? ഒരു ലീഡർ എന്ന് പറഞ്ഞാൽ കൂടെ നമ്മൾ സമർപ്പണത്തോടു കൂടി നിന്നിട്ടുണ്ടെങ്കിൽ ഒരു ഫോൺ വിളിയില് നമ്മുടെ മൈൻഡ് മാറുന്നത്, നമ്മുടെ ശബ്ദം മാറുന്നത്, നമ്മളെ കാണുമ്പോൾ നമ്മുടെ മുഖം മാറുന്നതൊക്കെ നമ്മുടെ ആക്റ്റീവ്, എഫക്റ്റീവ്, ഗ്രോയിങ്, കെയറിങ്, അപ്ലൈങ് കണ്ട് മനസ്സിലാക്കും. കള്ളത്തരം അവിടെ എടുത്തിട്ട് യാതൊരു കാര്യമില്ല. അപ്പൊ മനസ്സിന്റെ ഉള്ളിലുണ്ടായിരുന്ന ഒരു ആഗ്രഹം പറഞ്ഞൊന്നുമില്ല. 3ാമത്തെ വാർഷികമായപ്പോ സജീവ് സാറിനോട് പറഞ്ഞു, സാറേ ജനുവരി 30 കേട്ടോ നമ്മുടെ ദിവസം, അത് നമ്മള് ഗിരീഷ് സാറ് വരും ജയശ്രീ മാഡം എന്ന് പറഞ്ഞു. ആ നിമിഷം ഉണ്ടല്ലോ, എന്റെ മനസ്സറിഞ്ഞ് എനിക്ക് വേണ്ടി അങ്ങനെ ഒരു കാര്യം ഒരുക്കിയപ്പോ ചിന്തിക്കാൻ പോലും വയ്യ. അങ്ങനെ ആ ഒരു പ്രോഗ്രാം അത് കഴിഞ്ഞു. അതിന്റെ ഫോട്ടോസും അതിന്റെ എല്ലാ കാര്യങ്ങളും ബിനീഷ് സാറ് പറഞ്ഞു ഒക്കെ ഞാൻ പോസ്റ്റ് ചെയ്തു. മനോഹരമായ ഒരു ചടങ്ങായിരുന്നു. ധാരാളം പേരിലേക്ക് ആ ഒരു ആശയം എത്തിക്കാൻ കഴിഞ്ഞു. 100-ലധികം ജനങ്ങൾ അത് പങ്കെടുത്തു. എല്ലാം കൊണ്ടും ഫീഡ്ബാക്ക് ഗ്രൂപ്പുകളിൽ വന്നതൊക്കെ എനിക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നതിനപ്പുറത്തായിരുന്നു. നല്ലൊരു സപ്പോർട്ട്. ഇന്ന് ഈ 4 പുറത്തും ആൾക്കാര് വീണ്ടും അറിഞ്ഞു വന്നു തുടങ്ങിയിരിക്കുന്നു. വളരെ വളരെ ഹാപ്പിനെസ്സിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. അപ്പോ രാജൻ സാറ്, നമ്മുടെ ഗ്രേറ്റ് ലീഡർ വൈദ്യനാഥൻ എന്ന് പറയും, അദ്ദേഹത്തിന്റെ ആ ഒരു കാരുണ്യം, അദ്ദേഹത്തിന്റെ ക്ലാസ്സുകളുടെ വലിപ്പമാണ് എന്റെ കുടുംബത്തിൽ 3 വർഷം, 2.5 വർഷം, തികച്ചും 2.5 വർഷമായി ഒരു പാരസെറ്റമോൾ പോലും ഉപയോഗിച്ചിട്ടില്ല. അതെല്ലാം ആ ക്ലാസ് ഉൾക്കൊണ്ടതും കിട്ടിയ റിസൾട്ടുമാണ്. അപ്പൊ അദ്ദേഹം റിയലി ഗ്രേറ്റ് എന്ന് പറഞ്ഞ് എനിക്ക് ആ ഒരു പോസ്റ്റ് ഇട്ട് തന്നപ്പോ മനസ്സിന്റെ ഉള്ളിൽ ഞാൻ എന്റെ ഒരു ആഗ്രഹം ഞാൻ അവിടെ പറഞ്ഞു, എഴുതി അയച്ചു സാറിന്. 4ാം വർഷം വൈദ്യനാഥൻ ഈ നാട്ടിൽ വരണം എന്ന് അതികഠിനമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ ഒരു തമ്പ് തന്നു. അപ്പൊ ഒരു വിഷൻ വന്നില്ലേ, 4ാം കൊല്ലത്തില് ഇന്നത് എന്നൊരു വിഷൻ ചിന്തിക്കാൻ എന്നെ പ്രാപ്തമാക്കിയതാണ് എന്റെ ലീഡേഴ്സ്. ഇനി 5ാം കൊല്ലം ഞാൻ തീരുമാനിക്കണ്ട, നമ്മുടെ എല്ലാവരുടെയും ഗുരുനാഥനായിരിക്കുന്ന റൈസിംഗ് കോർ ലീഡർ സ്റ്റാർ എമറാൾഡ് ഗിരീഷ് സാറും ജിഷ മേഡം എന്റെ വീട്ടിൽ വന്ന് ഇതിന്റെ ഉള്ളിൽ കയറിയിട്ടൊന്ന് പോയപ്പോ പറഞ്ഞൊരു വാക്കുണ്ട്, 5ാമത്തെ വർഷം സാക്ഷാൽ നാരായണ മൂർത്തി ഇവിടെ വരുമെന്ന്. പോരെ, ഇനി എനിക്ക് എന്താണ് വേണ്ടത്? തീരുമാനം കഴിഞ്ഞില്ലേ? 5 വർഷത്തേക്ക് ഞാൻ ലോക്കായി. ഈ ലോക്ക് ഞാൻ സ്വയം കൊണ്ടുവരണം.
പക്ഷെ കൂടെ എന്റെ ലീഡേഴ്സും ലോക്ക് ഇട്ട് തരിക. അതിലൊരു ലോക്കാണ് ഇന്ന് എനിക്ക് 7:30 തന്ന അർജുൻ സാർ തന്ന ഈ ഒരു സെഷൻ. നമ്മളെ അവര് ലോക്ക് ചെയ്യും. നല്ല രീതിയിൽ അത് ഉൾക്കൊള്ളണം. ഒരു പ്രോഗ്രാം അവതരിപ്പിക്കാൻ കിട്ടുമ്പോ അത് ഇവിടെ ഉറച്ചു നിൽക്കാനുള്ള ലോക്കാണ്. അവര് കത്തിച്ചു വെച്ച ദീപപ്രഭയാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. എപ്പോ അവസരം കിട്ടിയാലും നോ എന്ന് പറയരുത്. ഏത് സമയത്ത് എന്ത് കിട്ടിയാലും തെറ്റിക്കോട്ടെ, തിരുത്താൻ അവരില്ലേ. എന്തിനു നമ്മൾ ഭയപ്പെടണം? അപ്പൊ ഒരു മനുഷ്യൻ ആഗ്രഹിക്കുന്ന എല്ലാം RCM-ലുണ്ട്. നിത്യോപയോഗ സാധനങ്ങൾ ഒന്നാമത്തെ പോയിന്റ് ആണ് കേട്ടോ. നിത്യോപയോഗ സാധനങ്ങളുടെ ഉപയോഗത്തിലൂടെ ചിലവ് കുറിക്കാം. നമുക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു 9 പോയിന്റ് ഇത്ര മാത്രം മതി. RCM എന്തിനു നിങ്ങൾ RCM സ്വീകരിക്കണം? നിങ്ങൾ വാതോരാതെ പറയുന്നു ഈ പേസ്റ്റ് ഉപയോഗിക്കുന്നു, ഈ അല്ലെങ്കിൽ ഈ ചപ്പാത്തി ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ ചായ ഉപയോഗിക്കുന്നു, ഇതൊക്കെ ഉപയോഗിക്കണമെങ്കിൽ ഇതൊക്കെ ഞങ്ങൾക്ക് അപ്പുറത്തുനിന്ന് കിട്ടില്ലേ? തൊട്ടടുത്ത് നിന്ന് 2 ദിവസം മുൻപ് ഉണ്ടായതാണ്. ഒരു വീട്ടിൽ ചെന്ന് പറയും ഇതിപ്പോ എന്തുട്ടാ ഞങ്ങൾക്ക് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് കിട്ടില്ലെന്ന്. ഉണ്ട്, സൂപ്പർ മാർക്കറ്റിൽ നിന്ന് കിട്ടും. പക്ഷേ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ഒരൊറ്റ പേസ്റ്റ് നിങ്ങളുടെ വീട്ടിൽ നിന്ന് മാറ്റിയാൽ കിട്ടുന്ന വില വ്യത്യാസം അത് പറഞ്ഞു കൊടുക്കുമ്പോ ബോധമുള്ളവന് മനസ്സിലാവും. അല്ലാത്തവര് വീണ്ടും എനിക്ക് ഹാർപ്പിക്ക് മതി, എനിക്ക് കോൾഗേറ്റ് മതി, അവരെ പിന്നാലെ നിന്ന് സരസവിരസന്മാരെ പിന്നാലെ നിന്ന് സമയം കളയാൻ നമ്മൾ നോക്കണ്ട. പക്ഷെ ദൂരെ കളയരുത് കേട്ടോ. അവര് മനസ്സിലാക്കി തിരിച്ചു വരും. ആരോടും ഒരു ഈർഷ്യം വേണ്ട. അപ്പോ നിത്യോപയോഗ സാധനങ്ങളുടെ ഉപയോഗത്തിലൂടെ ചിലവ് കുറയ്ക്കാം. നമുക്ക് ബോധ്യമുണ്ടല്ലോ, നമ്മളൊക്കെ ഇവിടെ സ്റ്റാർ ആൻഡ് അബോവ് ലീഡേഴ്സാണ്. നമുക്ക് പൂർണ്ണ ബോധ്യമുണ്ട് അതിലൂടെ ചെലവ് കുറയ്ക്കാൻ പറ്റുന്നു. അത് പറഞ്ഞു കൊടുക്കാനുള്ള കഴിവ് കുറവാണ്. നമ്മുടെ കുഴപ്പമാണെന്നേ നമുക്ക് ആൾക്കാരെ കിട്ടാത്തത്, അല്ലാണ്ട് ആൾക്കാർ കുഴപ്പമുണ്ടായിട്ടല്ല. അതിനാണ് നമ്മൾ ട്രെയിനിങ്ങിൽ പങ്കെടുത്ത് അതിൽ നമ്മൾ പ്രാവീണ്യം നേടും. രണ്ടാമത്തെ പോയിന്റ്, മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നതിലൂടെ വരുമാനം ഉണ്ടാക്കാം. ഉറപ്പല്ലേ? ഒരു പേസ്റ്റ് വിറ്റ് കഴിഞ്ഞാൽ MRPയും DPയും തമ്മിലുള്ള വ്യത്യാസം നമ്മുടെ കീശയിൽ വരുമല്ലോ. ഓൺ ദ സ്പോട്ട് ബൈ ഹാൻഡ് കിട്ടൂലോ. അപ്പൊ അതിൽ യാതൊരു സംശയവും ഇല്ല. അതും കഴിഞ്ഞ് അതിന്റെ പോയിന്റ് അടിസ്ഥാനത്തിൽ PVയുടെ അടിസ്ഥാനത്തിൽ വരുമാനം കിട്ടൂലോ. അങ്ങനെയാണ് ഹയസ്റ്റ് ഇൻകം 58,500 രൂപ ഈ ഏറ്റവും ദാരിദ്ര്യത്തിൽ ജീവിക്കുന്ന എന്റെ ഈ അക്കൗണ്ടിലേക്ക് വന്നത്. അന്നത്തെ ദിവസം ഉറങ്ങിയിട്ടില്ല. രാത്രി എങ്ങാണ്ടാണ് ടകടകയെന്നുള്ളത്. ഗുരുനാഥൻ നമ്മുടെ ഗിരീഷ് സാറ് പറഞ്ഞ മാതിരി ടകടകയെന്ന് മൊബൈലിൽ ശബ്ദം കേട്ടപ്പോ നോക്കിയപ്പോ കണ്ണ് കാണുന്നില്ല. 58,500 രൂപ. എന്റെ ഏട്ടനോട് ഞാൻ പറഞ്ഞു, നിങ്ങൾ എന്നെ ഒന്ന് പിച്ചുന്ന്, ഇത് സത്യാണോ? ആ രാത്രി പോയിട്ട് ചെക്ക് ചെയ്തു ബിനീഷ് സാറെ. ധൈര്യം ഇല്ലാഞ്ഞിട്ട്, ഇത് വിശ്വാസമില്ല അത് വന്നു എന്നുള്ളത്. കണ്ടമാനം കാശ് കയ്യിൽ എണ്ണിയിട്ടുണ്ടെങ്കിലും സ്വന്തം അക്കൗണ്ടിൽ ഇത്രയും പൈസ ജീവിതത്തിൽ ആദ്യമായിട്ട് വന്നതാ. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നുകൊണ്ടേയിരിക്കുന്നു. ഇനി ഇതുമ്മ നിൽക്കുവോ? സാമ്പത്തിക സ്വാതന്ത്ര്യത്തിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ, അതും നമുക്ക് ബോധ്യമുണ്ട്. അപ്പോ മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നതിലൂടെ വരുമാനം ഉണ്ടാക്കാം. 3, ക്വാളിറ്റി ഉൽപ്പന്നങ്ങളായതിനാൽ ആരോഗ്യം ഉറപ്പ്. എനിക്ക് വല്ല സംശയമുണ്ടോ ആരോഗ്യത്തിന്റെ കാര്യത്തില്? വിശ്വാസമില്ലാതെ കടന്നു വന്ന് ഇന്ന് ഇതിൽ ഉപയോഗിക്കാത്ത ഒരു പ്രൊഡക്റ്റും ഇല്ല. ഗെയിനർ പിന്നെ എനിക്ക് തടിയുള്ള കാരണം വേണ്ടാന്ന് വെച്ചിട്ടാ. എന്നിട്ടും അതിന്റെ ടേസ്റ്റ് അറിയാൻ വേണ്ടി ഞാൻ അത് ഉപയോഗിച്ചു. എനിക്ക് അറിയണ്ടേ, നല്ല ടേസ്റ്റ് ആട്ടോ, നന്നായി കഴിക്കാൻ തോന്നി. പക്ഷെ അത് വേണ്ടാന്ന് വിചാരിച്ചു. എല്ലാ പ്രൊഡക്റ്റുകളും ആരോഗ്യം കിട്ടി. വീട്ടില് ഏട്ടന് കാലങ്ങളായിട്ടുണ്ടായിരുന്ന പ്രഷർ പോയി, യൂറിക് ആസിഡ് പോയി, കൊളസ്ട്രോൾ പോയി, എന്റെ അമ്മയ്ക്ക് ഉണ്ടായിരുന്ന ഇയറിംഗ് ബാലൻസ് മാറി, മുട്ടുവേദന മാറി, എനിക്കുണ്ടായിരുന്ന ഷുഗർ മാറി, ഫൈബ്രോയിഡ് മാറി. ഒന്ന് ചിന്തിച്ചു നോക്കൂ. കുടുംബം ഒന്നടങ്കം ഒരു 2.5 വർഷമായിട്ട് ഒരു ഗുളിക പോലും ഇംഗ്ലീഷ് മരുന്നല്ല, ഒരു മരുന്നും കഴിക്കുന്നില്ല. മൊത്തം ദേ ഇരിക്കുന്നു. RCM-ലെ സകല പ്രൊഡക്റ്റുകളും അതിമനോഹരമായിട്ട് ഉപയോഗിച്ച് നല്ല ആരോഗ്യം കിട്ടിയെന്ന് നല്ല ബോധ്യമുള്ളവരാണ് ഞാൻ ഉൾപ്പെടെ ഇവിടെ ഇരിക്കുന്നവര്. ധൈര്യമായിട്ട് നമുക്ക് സെയിലിന് പോകുമ്പോ ഈ പോയിന്റ് പറയാം. 4, സ്വദേശിയായതിനാൽ അഭിമാനത്തോടെ ഉപയോഗിക്കാം. സല്യൂട്ട് ചെയ്തും ആഗസ്റ്റ് 15 ആഘോഷിച്ചും ജനുവരി 26 ആഘോഷിച്ചും സന്ദേശങ്ങൾ തരുന്നവരോട് ചോദിക്കുക, നിങ്ങൾ ഉപയോഗിക്കുന്ന പേസ്റ്റ് ഏത്? നിങ്ങൾ ഉപയോഗിക്കുന്ന ടോയ്ലറ്റ് ക്ലീനർ ഏത്? നിങ്ങൾ ഇടുന്ന ഇന്നർ വെയർ ഏത്? നിങ്ങൾ ധരിക്കുന്ന വസ്ത്രം ഏത്? പൊട്ടേത്, ചാന്തേത്, കന്മഷി ഏത്, പൗഡർ ഏത്? ചോദിക്കാൻ നമുക്ക് തന്റെ ഇടത്തോടു കൂടി ചോദിക്കാൻ നമുക്ക് കഴിയും. അവിടെയാണ് നമ്മുടെ പ്രവർത്തനത്തിന്റെ ശൈലി, അവിടെയാണ് നമ്മുടെ പവർ. സ്വദേശി 100% ഇന്ത്യൻ ഉൽപ്പന്നങ്ങള് അത് പറഞ്ഞു കൊടുക്കാൻ പ്രാപ്തിയുള്ളവരാണ് സ്റ്റാർ ആൻഡ് അബോവ് ലീഡേഴ്സ്. അതിൽ ഒരു സംശയവും ഇല്ല. അപ്പൊ അവിടെയും നമ്മൾ നമ്പർ 1 ആണ്. 5, അറിവുകൾ കിട്ടാൻ ഏറ്റവും വലിയ ഇടം. ഇതുപോലെ പഠിപ്പിക്കുന്ന പാഠശാലകൾ എവിടെയുണ്ട്? ഇതുപോലെ ട്രെയിനിങ് കിട്ടുന്ന ഒരു ടീം എവിടെയുണ്ട്? മറ്റു ടീമുകൾ നമ്മളെ നോക്കി കാണുക.
ഓരോ റെസിഡൻഷ്യൽ പ്രോഗ്രാമിലും പങ്കെടുക്കുമ്പോ അറിയാം പ്രധാന ലീഡേഴ്സ് ഓരോരുത്തരും ചെയ്തു തരുന്ന ഓരോ കാര്യങ്ങൾ ഓരോ പ്രോഗ്രാമിലും നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. പ്രോഗ്രാമുകൾക്ക് ഒരു പഞ്ഞവുമില്ല. ഇനി 6 ബന്ധങ്ങൾ അതിനേക്കാൾ മനോഹരം. എത്ര ഭംഗിയായിട്ടാ ഒരു പരിചയമില്ലാത്ത ബിനീഷ് സാർ എന്നെ എഡിഫിക്കേഷൻ ചെയ്ത്. എന്തെങ്കിലും ഒരു പരിചയം അദ്ദേഹം ഞാനായിട്ടുണ്ടോ? RCM വന്നിട്ട് കിട്ടിയ പരിചയം മാത്രം. എത്ര ഭംഗിയായിട്ടാണ് അർജുൻ സാർ ഓരോ കാര്യങ്ങൾ ഇന്നലെ വിളിച്ചു ചോദിച്ചു. 9:30-ക്കാണ് ചോദിച്ചേ, ജയശ്രീ മാഡം എനിക്ക് നാളെ ലീഡേഴ്സ് മീറ്റിൽ ഒരു ക്ലാസ് തരുമോന്ന്. ഭഗവാനെ ഇങ്ങനെയൊന്നും ചോദിക്കല്ലേ എന്ന് പറഞ്ഞു ഞാൻ. തരുമോ? തരണം എന്നല്ലേ പറയണ്ട. അവിടെയാണ് ആ കുലീനത, അവിടെയാണ് ആ വിനയം. എത്ര നീ ഉന്നതനാകുന്നുവോ അത്ര കണ്ട് വിനീതനായി മാറാൻ പ്രാപ്തമാക്കുന്ന നമ്പർ 1 പ്രസ്ഥാനം. ബന്ധങ്ങളുടെ കാര്യം പറയണ്ട, എവിടെ ചെന്നാലും മനോഹരം എന്ന് പറഞ്ഞ മനോഹരം. കോഴിക്കോട് ULP പ്രോഗ്രാമിലേക്ക് ഞാൻ പങ്കെടുക്കാൻ പോയി. കോഴിക്കോട് എനിക്കൊരു ചീഫ് ഗസ്റ്റ് ആയിട്ട് ഒരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാനുള്ള ഒരു ഭാഗ്യം, കൊടുക്കാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായിരുന്നു. ആ പ്രോഗ്രാമില് ആദ്യമായിട്ടൊരു ലേഡി അന്ന് RCM ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചിട്ടില്ല, RCM കുറിച്ച് അറിയില്ല. ആരോ നിർബന്ധപൂർവ്വം എന്നെ കൊണ്ടിരുത്തിയ പോലെ ഒരു ലേഡിയെ അവിടെ കൊണ്ടുവന്നിരുത്തിയതാ. ബിജിമോൾ എന്നാണ് അവരുടെ പേര്. നമുക്ക് അറിയ പോലും ഇല്ല കേട്ടോ. അവരെ അന്ന് ഈ ULP പ്രോഗ്രാമിൽ ഞാൻ അവിടെ ചെന്നപ്പോ അവർക്ക് എന്നെ മനസ്സിലായി. അവരെന്റെ അടുത്തേക്ക് ഓടി വന്നിട്ട് പറഞ്ഞു, ആദ്യമായിട്ട് ജയശ്രീ മാഡത്തിന്റെ ഒരു പ്രോഗ്രാം കേട്ടിട്ടാണ് ഞാൻ RCM ഏറ്റെടുത്തതെന്ന്. ആ നിമിഷം ഞാൻ ഒന്നുമല്ലാണ്ടായി മാറി, ഒന്നുമല്ലാതായി തീർന്നു. കാരണം എന്താ? ഈ ഒരു സ്നേഹം, ആ ഒരു ബന്ധങ്ങള്. അപ്പോ ഓരോ നിമിഷവും ഞാൻ പറയില്ലേ, എന്റെ ഭാഗ്യമേടം എന്റെ കയ്യിൽ കൊണ്ടു തന്നത് കൊണ്ടല്ലേ ഈശ്വര എന്റെ വീട്ടിൽ ഈ രോഗം മാറിയത്. എന്റെ ഗുരുനാഥൻ, എന്റെ മെന്റർ സജീവ് സാറിന്റെ ഒരു ട്രെയിനിങ് അറ്റൻഡ് ചെയ്തത് കൊണ്ടല്ലേ ഇതെന്താന്ന് എനിക്ക് മനസ്സിലായത്. ഇത് മരണം വരെ നമ്മൾ പറയില്ലേ. അതുപോലെ ആ ബന്ധങ്ങളെ കാത്തു സൂക്ഷിക്കാൻ ഇന്ന് ഏതൊരു പ്രോഗ്രാമിൽ കണ്ടാലും പരസ്പരം നമുക്ക് സ്നേഹിക്കാൻ കഴിയുന്നു. അപ്പൊ അത് നമുക്ക് ബോധ്യമുണ്ട്. പറഞ്ഞു കൊടുത്തൂടെ ജനങ്ങളോട്? അടുത്തത്, അംഗീകാരങ്ങൾക്ക് യാതൊരു കുറവുമില്ല. ദൈവേ, ഒരു ബിഗിനർ ആയാൽ മുതൽ, ബിഗിനർ ഒന്നും ആവണ്ടാന്നേ, ഒരു എന്തെങ്കിലും ഒരു സ്വാഗതം പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ ഒന്ന് എഴുതിയിട്ടാ മതി. ഇത് ഇന്ന് പറഞ്ഞില്ലേ ബിനീഷ് സാറ്, ഒരു പ്രോഗ്രാം കഴിയുമ്പോ മനോഹരമായിട്ട് ജയശ്രീമാടെ എഴുതിയിടുന്നു. എന്താ സന്തോഷം എന്നറിയോ അതൊക്കെ കേൾക്കുമ്പോ, അത് കാണുമ്പോ, അത് മനസ്സിലാക്കുമ്പോ, മറ്റുള്ളവരിലേക്ക് അത് എത്തിക്കാൻ സാധിക്കുമ്പോ, അവരത് വായിക്കുമ്പോ നമുക്ക് കിട്ടുന്ന ഒരു സമർപ്പണുണ്ട്. അപ്പോ അംഗീകാരങ്ങൾക്ക് ഒരു പഞ്ഞവുമില്ല. ഇതും നമുക്ക് പറഞ്ഞു കൊടുക്കാം. ഇനിയോ കൂട്ടായ്മയാണെങ്കിൽ ഏറെ സുന്ദരം, പറയാനില്ല. ആ കൂട്ടായ്മയുടെ വലിയൊരു കരുത്ത് തന്നെയാണ് നമുക്ക് മുന്നോട്ട് നീങ്ങാൻ സാധിക്കുന്നത്. ഏത് സമയത്തും ആരില്ലെങ്കിലും RCM നമ്മളുടെ കുടുംബത്തെയും നമ്മളെയും നോക്കുന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇനി സുരക്ഷയുടെ കാര്യത്തിൽ 100% ഉറപ്പ്, പറയാനില്ലല്ലോ. സുരക്ഷ 100%. ഇനി ഞാനില്ലെങ്കിലും എന്റെ കുടുംബത്തെ RCM നോക്കുമെന്ന ഒരു റോയൽറ്റി അച്ചീവ്മെന്റിലേക്ക് ഒരു 2 വർഷത്തിനുള്ളിൽ എനിക്ക് വരാൻ സാധിച്ചു. അതിന്റെ പ്രധാന കാരണം എന്താ? ഇതൊക്കെ തന്നെ ട്രെയിനിങ്, ഇതെല്ലാം ചേർന്നതാണ് ഹാപ്പിനെസ്. ഒരു മനുഷ്യന് വേണ്ടതും ഇത് തന്നെയാണ്. ഇതൊക്കെ നേർക്കാഴ്ചയായി എന്റെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ആ ഒരു പോസ്റ്റ് എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി. ഞാൻ അർജുൻ സാറിനെ നമിക്കുകയാണ്. നേർക്കാഴ്ച, എന്റെ ഫോട്ടോ വന്നിട്ട് ഒരു നേർക്കാഴ്ച എന്ന് പറയുമ്പോ അതൊരു ദിവസം മുഴുവൻ നമുക്ക് സംസാരിക്കണം. സംഭവിച്ചു പോയ ദുരിതങ്ങള്, പ്രതിസന്ധികള്, വേദനകള്, സങ്കടങ്ങള്, അതിലൂടെ ശക്തമായി മുന്നോട്ട് നീങ്ങാൻ കരുത്തായി നിന്ന ലീഡേഴ്സിന്റെ സഹായം. വേറെ ഒന്നും വേണ്ട RCM വിജയിക്കാൻ. ഇന്ന് നല്ല ആരോഗ്യമുള്ള സമയത്ത് RCM ഉൽപ്പന്നങ്ങൾ വാങ്ങി അത് ഉപയോഗിച്ച് മറ്റുള്ളവരിലേക്ക് എത്തിച്ച് നല്ലൊരു ടീമായി കഴിയുമ്പോൾ, വയ്യാണ്ടിരിക്കുന്ന സമയത്തും മാസാമാസം അക്കൗണ്ടിലേക്ക് ഇൻകം വരുന്ന വലിയൊരു അവസരമാണ് RCM. ഇത് മനസ്സിൽ ശപഥം പോലെ നമ്മൾ ഉൾക്കൊള്ളണം. ജനങ്ങൾ കാണുന്നത് ഉൽപ്പന്നങ്ങളെയാണ്. ആ ഉൽപ്പന്നങ്ങളിലൊക്കെ അവസരങ്ങളെ കാണാനും ആ അവസരങ്ങളിലൂടെ ജീവിത വിജയം നേടാനും പഠിച്ചേ പറ്റൂ. പഠിക്കണം, പഠിക്കണം. ട്രെയിനിങ്, 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 മീറ്റിംഗ്, പ്രോഗ്രാം, മെഗാ പ്രോഗ്രാം, ഹോൾ പ്രോഗ്രാം, റെസിഡൻഷ്യൽ പ്രോഗ്രാം, 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 മീറ്റിംഗ്, മീറ്റിംഗ്. വേറെ ഒന്നും പറയാനില്ല. RCM അലിഞ്ഞു ചേരുന്നവനെ മത്സരിച്ച് തോൽപ്പിക്കാൻ ഒരു ശക്തിക്കും സാധിക്കില്ല. അങ്ങനെ അലിഞ്ഞു ചേരണമെങ്കിൽ എവിടെ പ്രോഗ്രാം ഉണ്ടോ, എവിടെ ട്രെയിനിങ് ഉണ്ടോ, എവിടെ മീറ്റിംഗ് ഉണ്ടോ, പങ്കെടുക്കുക, പങ്കെടുക്കുക. ഗ്രേറ്റ് ഗുരുനാഥന്മാരെ പിന്നാലെ പോവുക. മനസ്സ് നോവുമ്പോ പുഞ്ചിരിക്കണം. നോവ് താങ്ങാൻ ശക്തി ആർജിച്ചു വരുന്ന നമ്മുടെ സ്വന്തം മനസ്സിനെ നോക്കി അഭിമാനത്തോടെ ചിരിക്കണം. എനിക്ക് പറഞ്ഞിട്ടില്ല, എനിക്ക് ചിന്തിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നെ നോക്കി എനിക്ക് ചിരിക്കാൻ സാധിക്കുന്നു.
സാറ് പറയും കണ്ണാടയിൽ നോക്കിയിട്ട് മുഖത്ത് കുരു, എന്നിട്ട് അത് തുറപ്പിച്ചു നോക്കും. എന്തൊരു മോശം. വയറാണെങ്കിൽ ഇത്രയുണ്ട്, ഓ ഇതെന്തൊരു കഥ. ശരീരമാണെങ്കിൽ ഇത്രയുണ്ട്, ഈ കുറ്റം മാത്രമേ എനിക്ക് എന്നെ കാണാൻ കഴിഞ്ഞിട്ടുള്ളൂ. ഇന്ന് കണ്ണാട നോക്കുമ്പോ അങ്ങനെയല്ല, എന്താ ഭംഗി. ഒരു കുറവും ഞാൻ എന്നിൽ കാണുന്നില്ല, ഒരു കുറവും എന്റെ ശരീരത്തിൽ കാണുന്നില്ല. ഞാൻ സൂപ്പറാ, ഞാൻ സൂപ്പറാ എന്ന് ഓരോ നിമിഷവും സ്വന്തം മനസ്സിനെ നോക്കി അഭിമാനത്തോടെ ചിരിക്കാൻ പഠിപ്പിക്കുന്ന ഒരൊറ്റ പ്രസ്ഥാനം അത് RCM മാത്രാണ്. അങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ലീഡേഴ്സ് നമ്മുടെ മുൻപിലുണ്ട് അല്ലെ. സദാസമയവും ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ലീഡേഴ്സ്, എപ്പോ കണ്ടാലും നമ്മളെ നെഞ്ചോട് ചേർക്കുന്നവര്. അങ്ങനെ ഉണ്ടെങ്കിൽ, അങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ലീഡേഴ്സ് നമ്മുടെ മുൻപിലുണ്ട്. എവിടെയും തളച്ചിടാൻ നമ്മുടെ മനസ്സിനെയും മറ്റുള്ളവരെയും അനുവദിക്കാതിരിക്കുക. നമ്മളെ തളച്ചിട്ടവർ നമ്മളെ ഉപേക്ഷിച്ച് ബഹുദൂരം മുന്നോട്ട് പോകും. അങ്ങനെ മുന്നോട്ട് പോയതാണ് ഞാൻ ജോലി ചെയ്തിരുന്ന സ്ഥാപനം. അതൊന്നും ഇവിടെ പറയേണ്ട കാര്യമില്ല. പക്ഷെ അവര് നമ്മളെ തളയ്ക്കും. എന്നിട്ട് അവര് തമാശക്ക് സജീവ് സാറ് പറയും, കല്യാണത്തിന് പോയിട്ട് നല്ല ഇഷ്ടപ്പെട്ട സാരി വാങ്ങി ഉടുത്ത് പോയി. സാരി വാങ്ങിയൊക്കെ ഉടുത്തിട്ട് ഐസ്ക്രീം തിന്നാൻ നിൽക്കണ നേരത്ത് കൂടെ ഉണ്ടായിരുന്ന മറ്റൊരു സ്ത്രീ പറയുന്നത്, എന്തുട്ടാണ്ട് ഈ ശാരദ ഈ ചത്ത മീന്റെ കണ്ണ് പോലെയുള്ള സാരി. അതോടുകൂടി ശാരദയുടെ മുഖം മാറി, വിഷമായി. ശാരദ ഇഷ്ടപ്പെട്ട് വാങ്ങിയ സാരിന്ന്. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, അവര് പറഞ്ഞ കുറ്റത്തിന്റെ നേരെ നമ്മൾ ആകെ വിഷമിച്ചു, സങ്കടപ്പെട്ടു. നമുക്ക് ഐസ്ക്രീമും വേണ്ട, ചായയും വേണ്ട, ചങ്കീന്ന് ഇറങ്ങണമില്ല. നമ്മൾ തിരിഞ്ഞു നിൽക്കുമ്പോ ഇപ്പുറത്തുണ്ട് പറഞ്ഞ ചേച്ചി 3 ഐസ്ക്രീം, 4 ഐസ്ക്രീം, 5 ഐസ്ക്രീം തിന്നണം. അപ്പൊ എന്തേ, നമ്മുടെ മനസ്സിനെ തളച്ചിടാൻ ഒരാളെയും നമ്മൾ അനുവദിക്കാതിരിക്കുക. നമ്മളെ തളച്ചിട്ടവർ നമ്മളെ ഉപേക്ഷിച്ച് ബഹുദൂരം മുന്നോട്ട് പോയിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ വീഴും, ഉറപ്പ്. വിഷമം കൊണ്ട് നമ്മൾ വീണു പോയിട്ടുണ്ടാവും. പലപ്പോഴും സൈനി മാഡം പല ക്ലാസ്സുകളിലും അനുഭവങ്ങൾ അവര് പറയുന്നത് കേട്ട ചങ്ക് പൊട്ടും. അങ്ങനത്തെ അനുഭവങ്ങൾ ഉള്ളവരൊക്കെ നമ്മുടെ മുൻപിലുണ്ട്. അപ്പൊ അങ്ങനെ വീണു പോകും. പക്ഷെ അവിടെ കിടക്കരുത്. പണ്ടായിരുന്നെങ്കിൽ അവിടെ കിടക്കും. ഇവിടെ നമ്മൾ കെടുക്കില്ല. ഇവിടെ നമ്മളെ ഉയർത്താൻ നമ്മുടെ ലീഡേഴ്സ് ഉണ്ട്. കയരം ഒന്ന് കൊടുത്താൽ മതി, കൈസേ കൈസേന്ന് ചോദിച്ചാൽ മതി, അവര് പറഞ്ഞു തരും. അത് നമ്മുടെ കൂടെ ഉള്ളവരോട് ബോലോ ബോലോ പറഞ്ഞുകൊണ്ടേയിരിക്കുക. അപ്പൊ നമുക്ക് പൈസ വന്നുകൊണ്ടേയിരിക്കും. അപ്പൊ സർവശക്തിയും എടുത്ത് വീണിടത്ത് നിന്ന് മുന്നോട്ട് കുതിക്കുക. നമ്മൾ വീണ് കിടക്കാനുള്ളവരല്ല എന്ന് നമ്മളെ തന്നെ ബോധ്യപ്പെടുത്താനായാൽ തള്ളിയിട്ടവര് പോലും ലജ്ജിക്കത്തക്ക രീതിയിൽ നമുക്ക് ഉയരാനാവും. അതാണ് ഇവിടുത്തെ 3-ാം വാർഷികത്തിൽ നടന്നത്. സജീവ് സാർ ഇവിടെ ക്ലാസ് കൊടുക്കുമ്പോ പറഞ്ഞു, ലാസ്റ്റ് ഗിരീഷ് സാറ് പോയതിന് ശേഷം ഒരു 3/4 മണിക്കൂർ ഞങ്ങൾക്ക് ഒരു ക്ലാസ് തന്നു, കുറച്ചു പേർക്കും കൂടെ. അതിൽ പറഞ്ഞിരുന്നു, നമ്മുടെ ഇവിടെ ആറാട്ടുപുഴ പൂരത്തിന് ആന നല്ല ഭംഗിയിൽ തടമ്പെഴുന്നള്ളിച്ച് അങ്ങോട്ട് പോകുന്ന സമയത്ത് പുറത്തു നിന്നിട്ട് കുറുക്കന്മാർ ഓളിയിടും. ആ ഓളിയിടുമ്പോ ഏതെങ്കിലും ആന തിരിഞ്ഞു നോക്കിയിട്ടുണ്ടോ? അവൻ അവിടെ കിടന്ന് ഓളിയിട്ടോട്ടെ, ഓളിയിട്ട് എന്ത് കാര്യം എന്ന പോലെ തള്ളിയിട്ടവര് പോലും ലജ്ജിക്കത്തക്ക രീതിയിൽ ഉയരാൻ നമുക്ക് സാധിക്കുന്ന ഒരേ ഒരു പ്രസ്ഥാനമാണ് RCM. ഉയർത്താൻ പവർഫുൾ ലീഡേഴ്സ് കൂടെയുണ്ട്, ശക്തമായ സിസ്റ്റം ഉണ്ട്, സ്വദേശി ഉൽപ്പന്നങ്ങൾ ഉണ്ട്. വഴി നടത്തുന്നവർ കേമരാണെങ്കിൽ അനുഗമിക്കുന്ന നമുക്ക് ആശങ്ക വേണോ? ഒരു ആശങ്കയില്ല. കെങ്കേമന്മാരാണ് നമ്മളെ നയിക്കുന്നവര്. പിന്നെ എന്തിനാ ആശയക്കുഴപ്പം? ആര് എന്ത് വേണമെങ്കിൽ പറഞ്ഞോട്ടെ, യാതൊരു പ്രശ്നമില്ല. അന്ന് അദ്ദേഹം ആ മൈക്കിലൂടെ ആ ഒരു ഭാഷ, പട്ടികള് ഓളിയിടും, കുറുക്കൻ ഓളിയിടും, എന്നിട്ട് ഒരു ഓളിയിട്ട് കാണിച്ചു തന്നു കേട്ടോ. എനിക്കത് വലിയ സന്തോഷമായി. ആ ഓളി അന്ന് ഇട്ട കാരണം കൊണ്ടാണ് അന്ന് വൈകുന്നേരം ഗംഭീര സെയിലുണ്ടായി. കാരണം വരാത്ത പലർക്കും മനസ്സിലായി ഇത് പണി പാളും. ഞങ്ങള് ഇവളുടെ അടുത്ത് പോയില്ലെങ്കിൽ ഇവളെന്തായാലും ഉയരുന്നുള്ളത് ഉറപ്പാ. പക്ഷെ നാളെ ഇവരെ മുന്നിൽ ചെന്ന് നിൽക്കേണ്ടി വരും എന്ന് കരുതിയിട്ട് പലരും വന്നു. ഞാൻ പറഞ്ഞില്ലേ, ഇത് ഇന്ന് വാട്സപ്പിൽ ഇഷ്ടം പോലെ വന്നിട്ടുണ്ട്. ഞാൻ ഇറങ്ങാൻ പോവുക. എത്രയോ കാര്യങ്ങൾ ഇന്ന് അർജുൻ സാറെ ഏൽപ്പിച്ച കാരണം നേരത്തോടെ എഴുന്നേറ്റ് അടുക്കളയിലെ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇറങ്ങാണ്. ഫുൾ സപ്പോർട്ടായി നിൽക്കുന്ന എന്റെ ഫാമിലി, എന്റെ ഭർത്താവ്, എന്റെ 2 മക്കള്, എന്റെ അമ്മ, ഒന്നും പറയാനില്ല. എന്റെ ജീവിതത്തിലെ സൗഭാഗ്യമാണ് എനിക്ക് കിട്ടിയ RCM നന്മ. അപ്പൊ RCM സൂപ്പർ ഹീറോസിന്റെ ബിസിനസ് അല്ല, ഡ്യൂപ്ലിക്കേഷന്റെ, റിലേഷൻഷിപ്പിന്റെ ബിസിനസ് ആണ്. ഞാൻ എന്ന ഭാവം വന്നാൽ ഡെഡ് ബോഡിക്ക് തുല്യം. പ്ലാൻ പഠിച്ചത് കൊണ്ടോ പ്രൊഡക്റ്റ് ഉപയോഗിച്ചത് കൊണ്ടോ RCMന് വിജയിക്കാൻ സാധിക്കില്ല. ഷുവർ, പറ്റില്ല. ആളുകളെ ആക്സെപ്റ്റ് ചെയ്യാനുള്ള മനസ്സിന്റെ വലിപ്പം കൂട്ടുക, അത് നമ്മുടെ ടീമിന്റെ പവറാ. ഈ ഒരു ടീമിന്റെ പവറാണത്. അതിന് രാജൻ സാറിന് ബിഗ് സല്യൂട്ട്, പറയാൻ വാക്കുകളില്ല. ആ ടീമിനെ ആക്സെപ്റ്റ് ചെയ്യാൻ ആളുകളുടെ മനസ്സിന്റെ രൂപം വലിപ്പം കണ്ട് മെന്റാലിറ്റി ചേഞ്ച് ചെയ്ത് RCM ലീഡേഴ്സിനെ വിശ്വസിച്ച് സിസ്റ്റം ഫോളോ ചെയ്ത് ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത്
പോസിറ്റീവ് ചിന്തയോടെ യാത്ര തുടരുക. ടാർഗറ്റ് ഏറ്റെടുക്കണം. ഡയമണ്ട് ക്ലബ്ബ് ചെയ്യണം, സൂപ്പർ ഡയമണ്ട് ക്ലബ്ബ്, അതിനപ്പുറത്തുള്ള ക്രൗൺ ക്ലബ്ബ്, സ്റ്റാർ ഡയമണ്ട്, പറ്റുന്ന പോലെ ചെയ്യാം. അഭിമാനമാണ് എനിക്ക്. 37ാമത്തെ മാസം, ഈ 2025 ജനുവരി മാസത്തിൽ 37ാമത്തെ മാസം സൂപ്പർ ഡയമണ്ട് ഞാൻ പൂർത്തിയാക്കി. എന്റെ ലീഡേഴ്സിന്റെ കരുത്തോടു കൂടി. സൂപ്പർ ഡയമണ്ട് എന്താണെന്ന് തുടങ്ങി എനിക്കറിയോ? ഒന്നും അറിയില്ല. 2000 രൂപ കൊടുത്ത് പ്രൊഡക്റ്റ് വാങ്ങി ഒരു മാസത്തിന്റെ പകുതിയായപ്പോ എന്നോട് ഗോപി സാറ് വിളിച്ച് പറഞ്ഞു, ജയേ കുറച്ചും കൂടെ വാങ്ങണം. എന്തിനാണെന്ന് എന്നോട് പറഞ്ഞില്ല. എനിക്ക് അറിയൂല, ചോദിച്ചില്ല. പവറായിട്ട് അവർ പറഞ്ഞു തന്നു. പിന്നീട് ഒരു 4-5 മാസം കഴിഞ്ഞപ്പോഴാണ് ഇത് സൂപ്പർ ഡയമണ്ട് ആണെന്നുള്ള ബോധമൊക്കെ വന്നത്. വെറുതെ ഒന്ന് ഇന്നലെ ഞാൻ ഒന്ന് എടുത്തു നോക്കിയതാ. ഞാൻ ഒരു തുള്ളി കണ്ണുനീര് എന്റെ ഫോണിൽ വീണു. 37 മാസം സൂപ്പർ ഡയമണ്ട് ചെയ്തിട്ട് എനിക്ക് എന്നോട് തന്നെ അഭിമാനം തോന്നി. ഞാൻ ഇവിടെ നിന്നിട്ട് കണ്ണാടിയുടെ മുന്നിൽ പോയിട്ട്, ജയശ്രീ നീ സൂപ്പറാട്ടാ, 37 മാസം നീ സൂപ്പർ ഡയമണ്ട് ചെയ്തില്ലേടി, നിനക്ക് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, എന്നിട്ട് നീ അതിന്ന് പിന്മാറിയില്ലല്ലോ. പിന്മാറാൻ ഞാൻ ഒരു തവണ സുന്ദര സാറിനോട് പറഞ്ഞു, സാറേ എനിക്ക് പറ്റണില്ല കേട്ടാ, ഞാൻ ഈ മാസം സ്കിപ്പ് ചെയ്യുന്നു. ജയശ്രീ മാഡം ചെയ്യരുതിട്ടാ. അവിടെയാണ് സജീവ് സാറ് പറയില്ലേ, നമ്മൾ ഓടണം, അല്ലെങ്കിൽ ഓടി 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 നമുക്ക് വയ്യാണ്ടായി. പട്ടി ഓടിയെത്തിയിട്ടാ, അല്ല ആരെങ്കിലും ഓടിയെത്തട്ടെ, ഓടി ഓടി വയ്യാണ്ടായി ഒരു കൽവെട്ടുമ്പോ ചെന്നിരുന്നു. അപ്പണ്ടേ പട്ടി വരുന്നു. അപ്പൊ ഇള്ളേക്കാളും ശക്തമായിട്ട് നമ്മൾ വീണ്ടും ഓടില്ല. ആ ഓട്ടത്തിലാണ് അത്ര നമ്മുടെ പവർ. അതുപോലെ ചെയ്ത് ഇന്ന് അഭിമാനത്തോട് കൂടിയിട്ട് എനിക്ക് ഞാനിപ്പോ കുറച്ചു കഴിഞ്ഞ ഗ്രൂപ്പിലൊക്കെ ഇടുന്നത്. എന്താ ഒരു സന്തോഷം. അതിനൊക്കെ എന്റെ കുടുംബാംഗങ്ങൾ, എന്റെ ലീഡേഴ്സ്, അവരുടെ പിന്തുണയാണ്. അപ്പൊ ഒരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെടുമ്പോ വീട്ടിലിരിക്കുന്ന ഒരു സുഖം കിട്ടില്ല. ലക്ഷ്യമാണ് പ്രധാനം. ലക്ഷ്യത്തിലേക്ക് നീങ്ങുമ്പോ മാർഗത്തിൽ ഉണ്ടാകുന്ന പ്രതിസന്ധികൾ ഒന്നും ഒരു പ്രതിസന്ധിയല്ല. പ്രതിസന്ധി ഇഷ്ടം പോലെ വരും. ഒരു വല്യപ്പച്ചനും വല്യമ്മച്ചിയും കല്യാണം കഴിഞ്ഞിട്ടേ ഒരു കുഞ്ഞിക്കഥയാണ്, അത് ഇവിടെ പറഞ്ഞേ പറ്റൂ. പ്രതിസന്ധിയുടെ കാര്യം പറയുമ്പോ അത് പറയണം. ഈ വല്യപ്പച്ചനും വല്യമ്മച്ചിയും കല്യാണം കഴിഞ്ഞ് പണ്ട് കാലത്ത്, കാലം കുറയായി, വല്യമ്മച്ചിക്ക് കുറെ കാലം കഴിഞ്ഞപ്പോ എന്നും പരാതിയാ, ഞാൻ എന്റെ വീട്ടില് മഹാറാണിയുടെ പോലെയാ ജീവിച്ചിരുന്നേ, എന്ന് നിങ്ങളുടെ കൂടെ വന്നു അന്ന് തൊട്ട് എന്റെ ദുരിതം തുടങ്ങി, എന്ന് നിങ്ങളുടെ കൂടെ വന്നു ദുരിതം തുടങ്ങി. മക്കളും മക്കളുടെ മക്കളും പേരക്കുട്ടികളായി കൊല്ലം 50 കഴിഞ്ഞിട്ടും വല്യമ്മച്ചിയുടെ ഈ പരാതി നീങ്ങണില്ല. അപ്പൊ അവസാനം വല്യപ്പച്ചൻ പറഞ്ഞ, എന്നാ ഒരു കാര്യം ചെയ്യും, നീ നിന്റെ വീട്ടിൽ പോയിട്ട് മഹാറാണി ആയിട്ട് അങ്ങോട്ട് ജീവിച്ചു. അത് ശരി, അപ്പൊ നിങ്ങൾക്ക് എന്നെ വേണ്ട അല്ലെ? അന്ന് വണ്ടിയും സൗകര്യമൊന്നും ഇല്ല, ബാഗും സൂട്ട് കേസും ഒന്നും ഇല്ല. കൊട്ടയിലാക്കിത്ര എല്ലാ തുണിത്തരങ്ങളും കൊട്ടയിലാക്കിയിട്ട് ചാക്കിട്ട് കൊട്ട മൂടി, എന്നിട്ട് പോവാനായിട്ട് ഇത് തലയിൽ വെച്ച് കെട്ടി. അപ്പോഴാണ്, അയ്യോ വടക്കേലെ ത്രേസ്യോട് പറഞ്ഞില്ലല്ലോ, എനിക്ക് ആകെയുള്ള ഒരു സന്തോഷക്കാരി അവളാ. ഈ കൊട്ട അവിടെ വെച്ചിട്ട് ത്രേസ്യോട് പോയിട്ട് വിവരം പറഞ്ഞ് പുറത്തേക്ക് വന്നു. അപ്പോഴേക്ക് ഇനി വല്യപ്പച്ചൻ പറഞ്ഞതിന് മുന്നേ പോണം, കാരണം ഇത് പറഞ്ഞ് വല്യപ്പച്ചൻ പുറത്തേക്ക് പോയി. ഈ കൊട്ട എടുത്ത് തലയിൽ വെച്ച്, കൊട്ടയ്ക്ക് ഭയങ്കര ഭാരം. ഇത്ര ഉണ്ട് എന്റെ തുണിയുടെ ഭാരം, എന്നാലും വേണ്ടില്ല, വണ്ടിയൊന്നുമില്ല. കഷ്ടപ്പെട്ട് തലയിൽ ചുവന്ന് കുടുംബത്തെത്തി. അവിടെ എത്തിയപ്പോ പേരക്കുട്ടികളോട് പറഞ്ഞു അതൊക്കെ കൊട്ട താഴത്തേക്ക് ഇറക്കി. അപ്പൊ എന്റെ വല്യമ്മച്ചി, ഞാൻ അങ്ങോട്ട് പോണില്ല, അങ്ങേരെ കൂടെ ജീവിച്ചിട്ട് എന്റെ എല്ലാ സൗഭാഗ്യങ്ങളും പോയി, ഇനി ഞാൻ ഇവിടെയാ നിക്കണേ. അപ്പൊ എന്താ ഈ കൊട്ടയില്? അതെന്റെ ഡ്രസ്സും തുണിത്തരങ്ങളൊക്കെ. അങ്ങനെ ആ പിള്ളേര് എന്ത് ചെയ്തു, ഈ ചാക്ക് തുറന്നു നോക്കിയപ്പോണ്ട് അതിന്റെ ഉള്ളിൽ വല്യപ്പൻ. വല്ലതും പറയാണ്ട. ആ കൊട്ടയുടെ ഉള്ളില് വല്യപ്പച്ചൻ ഇരിക്കുക. അവിടെ എന്താ സംഭവിച്ചെന്ന് ആലോചിക്കുക. ഈ പ്രതിസന്ധി വല്യപ്പച്ചന്റെ രൂപത്തില് ഇന്നലെ നമ്മുടെ കൂടെ ഉണ്ട്, ഇന്നും നമ്മുടെ കൂടെ ഉണ്ട്, നാളെ നമ്മുടെ കൂടെ ഉണ്ടാവും. ഈ പ്രതിസന്ധിയുടെ ഉള്ളിൽ കൂടെ ആ വല്യപ്പച്ചനെ താങ്ങി നടന്ന് കൊണ്ടുപോകാൻ നമ്മൾ പഠിക്കണം. അങ്ങനെയുള്ളവർക്കുള്ള സാമർത്ഥ്യം അല്ലാത്തവർക്ക് ഇവിടെ വിജയിക്കാൻ സാധിക്കില്ല. അപ്പൊ യാത്രക്കിടയിൽ വരുന്ന കല്ലും മുള്ളും കാലിൽ തട്ടുമ്പോ വേണ്ടിയിരുന്നില്ല എന്ന് പലതവണ തോന്നും. പക്ഷെ ഓരോ പിന്നവലകൾ മാറുമ്പോ, വരുമാനം വരുമ്പോ മുള്ളിന്റെ മൊനയൊക്കെ ഒടിഞ്ഞിട്ട് പുഷ്പങ്ങളായിട്ട് മാറും. ഞാൻ തന്നെയാണ് എന്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കേണ്ടത്, വളർച്ച ഉണ്ടാക്കേണ്ടത് എന്ന് ഉറച്ചു തീരുമാനിക്കണം. ചോദ്യം ചോദിക്കുന്ന ഇടങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലണം. സിസ്റ്റം പാലിച്ച് മുന്നോട്ട് പോവുക. അത് ഏതൊരു വ്യക്തിക്കും അവര് ചെയ്യുന്ന മേഖലയില് സുതാര്യമായി സുന്ദരമായി ആർക്കും ബുദ്ധിമുട്ടില്ലാണ്ട് ചെയ്തു തീർക്കാനും വിജയിപ്പിച്ചെടുക്കാനുള്ളതാണ് സിസ്റ്റം. സിസ്റ്റത്തിന്റെ അനുസരിച്ച് നമ്മൾ വളയുക. സിസ്റ്റത്തെ വളയ്ക്കാൻ ശ്രമിച്ചാൽ വിജയിക്കാൻ സാധിക്കില്ല. തോൽക്കാൻ മനസ്സില്ലാത്തൊരു ചങ്കുണ്ട്, ചങ്കുറപ്പുണ്ട് എന്ന കാരണം കാട്ടി പുഞ്ചിരിയോടുകൂടി മറികടക്കണം. ജീവിതത്തിലെ ഓരോ പ്രതിസന്ധി ഘട്ടത്തെയും മറികടക്കാൻ നമുക്ക് സാധിക്കും. പകലോന്റെ പൊൻകതിരില് ഘനീഭവിച്ച മഞ്ഞുതുള്ളികൾ അലിഞ്ഞു പോകുന്നത് പോലെ
ആത്മവിശ്വാസത്തിന്റെയും ദൃഢനിശ്ചയത്തിന്റെയും മുന്നിൽ വേദനകളും കഷ്ടപ്പാടുകളും വഴിമാറും. നമുക്കുള്ളതാണ് RCM. നമ്മുടെ ഗുരുനാഥന്മാരുടെ കരം പിടിച്ച് സിസ്റ്റം ഫോളോ ചെയ്ത് സെയിലിനിറങ്ങി എല്ലാ പ്രതിസന്ധികളും അനുഭവിച്ച് മുന്നോട്ട് പോവുക. ടാർജറ്റുകൾ പരമാവധി ഏറ്റെടുക്കുക. ജോയിനിങ്ങുകൾ മാക്സിമം കൊണ്ടുവരിക. സഹായത്തിനായി എന്നും നമ്മുടെ ഗുരുനാഥന്മാരുടെ കരം പിടിക്കുക. എല്ലാവർക്കും RCM എന്ന നന്മയിലൂടെ ഗംഭീര വിജയങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. മറ്റുള്ളവരുടെ മുൻപിൽ വിജയിച്ച് കാണിച്ചു കൊടുക്കുക എന്ന ഒരൊറ്റ തീരുമാനത്തോടു കൂടി നിരത്തിലേക്ക് ഇറങ്ങുക. വിജയം നമുക്കുള്ളതാണ്. ജയ് RCM, ഗുഡ് RCM, ജയ് ഹിന്ദ്. താങ്ക് യു ഓൾ ലീഡേഴ്സ്. താങ്ക് യു അർജുൻ സാർ. താങ്ക് യു.